വരണം സാർ. ഞാനിവിടത്തെ വാച്ച്മാനാണ് കൃഷ്ണക്കുറുപ്പ്. മിസ്റ്റർ കുറുപ്പേ, ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുള്ള മുറികളൊക്കെ റെഡിയല്ലേ? അതൊക്കെ രാവിലെ തന്നെ റെഡിയല്ലേ? കുറുപ്പേ, എന്റെ പെട്ടി കിട്ടിയില്ലല്ലോ. കിട്ടിയില്ലേ? എങ്കിൽ കൊണ്ടുവന്ന് കാണൂല. താനല്ലേ പെട്ടി വാങ്ങി വെച്ചത്? അതെ, പക്ഷെ എന്താ കാര്യം? പെട്ടി എന്ന് പറയുന്ന ഒരു അക്ഷരം ഇനി വണ്ടിയുടെ മുന്നിലില്ല. എന്താ കാര്യം? എന്റെ പെട്ടി കഴിഞ്ഞു സാർ. പെട്ടി എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഖനമുള്ളതൊന്നും കാണൂല, കാറ്റത്ത് പറന്നു പോയിട്ടുണ്ടാവും. എടാ മൻസൂറെ, നീ വിഷമിക്കാതിരിക്കേ. കൂടെ ഞങ്ങളൊക്കെ ഉണ്ടല്ലോ. ഞങ്ങളുടെ 1-2 പാന്റും ഷർട്ടും ഷെയർ ചെയ്യുന്ന കാര്യമൊന്നും ഒരു പ്രശ്നമേ അല്ല. നീ ധൈര്യമായിരിക്കും. യെസ്, ദാറ്റ്സ് എ ഗുഡ് ഐഡിയ. യെസ് സർ. കം ഓൺ, വാടാ, ധൈര്യമായിട്ട് വാടാ. ഇടാൻ വല്ലതും വേണമായിരിക്കും, വിഷമിക്കണ്ട, ഞാൻ തരാം. ഷർട്ട് ഡാൻസും പിടിച്ചോ. താങ്ക്സ്. ഡിയർ ഫ്രണ്ട്സ്, പെട്ടി നഷ്ടപ്പെട്ടു പോയ നമ്മുടെ കൂട്ടുകാരൻ മൻസൂറിനെ ആത്മാർത്ഥമായി സഹായിക്കണം എന്ന പ്രൊഫസറുടെ അഭ്യർത്ഥനയെ മാനിച്ച് ഞാൻ ആ മനുഷ്യന് വേണ്ടി ഇവിടെ ഒരു പണപ്പിരിവ് നടത്തുകയാണ്. സമസൃഷ്ടി സ്നേഹമുള്ള സകല പേരും ഇതിൽ സഹകരിച്ച് നിങ്ങളുടെ കയ്യിലുള്ളതിന്റെ തോതനുസരിച്ച് ആവുന്നത്ര സംഭാവന ചെയ്ത് എന്റെ ഈ ഉദ്യമത്തെ വിജയിപ്പിക്കുവാൻ താഴ്മയോട് അപേക്ഷിക്കുന്നു. പറഞ്ഞത് കേട്ട് കാണുമല്ലോ. സൈരയുടെ ഓഹരി കൂടി കിട്ടിയാൽ പിരിവ് പൂർത്തിയാവും. മൻസൂറിന് വേണ്ടി പണം പിരിക്കാൻ അയാൾ നിന്റെ ആരാ? സഹപാഠി, സഹയാത്രകൻ. എങ്കിലേ അയാൾക്ക് വേണ്ടി നീ അത്രയ്ക്കൊന്നും കഷ്ടപ്പെടണ്ട. അയാൾക്ക് പണം വേണമെങ്കിൽ കൊടുക്കാൻ എനിക്കറിയാം. ഇടൂ, നമുക്കിവിടെ ഒന്ന് വാരണമല്ലോ. കേരളത്തിന്റെ കാലാവസ്ഥകളിലും മറ്റ് പ്രകൃതി വ്യത്യാസങ്ങളിലും പങ്കുകൊണ്ടിരിക്കുന്ന ഒരു ഭൂപ്രദേശമാണ് സൈലന്റ് വാലി. നമുക്കിവിടെ പഠിക്കാനുള്ളത് അമൂല്യങ്ങളായ സസ്യങ്ങളെക്കുറിച്ചാണ്. നിങ്ങൾ ഓരോരുത്തരും ഓരോ സസ്യത്തെക്കുറിച്ച് പഠനം നടത്തി നോട്ടുകൾ തയ്യാറാക്കുക. പിന്നീട് നമുക്ക് ഒരുമിച്ചിരുന്ന് അവയെക്കുറിച്ച് ചർച്ച ചെയ്യാം. പാമ്പ് കടിച്ചവന്റെ തലയിൽ ഇടിവെട്ടേറ്റെന്ന് പറഞ്ഞ പോലെയാണ് മൻസൂറിന്റെ കഥ. വേറെ ആരുടെയെല്ലാം പെട്ടി ഉണ്ടായിരുന്നു? മൻസൂറിന്റെ പെട്ടി മാത്രം പോയത്. എന്റെ പെട്ടിയായത് ഏതായാലും നന്നായി. വില പിടിപ്പൊന്നും അതിലില്ലായിരുന്നു. നിങ്ങൾ സ്റ്റുഡൻസ് എല്ലാം കൂടെ പിരിച്ചെടുത്താണ്. ഇതിരിക്കട്ടെ. ഇതാ. ഒന്ന് ഇറക്കടേ. ഇറക്കാളിയാ, ധൃതി വെച്ചാലോ. ഇറക്കാതെ കിടക്കണ്ടേ? ഇതാ. അപ്പൊ തലേണ ഷഹീദയ്ക്ക് വേറെ ഇല്ലല്ലോ. ഞാൻ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തോളാം. എനിക്ക് തലയ്ക്ക് വെക്കാൻ ബാഗുണ്ട്. വേണ്ട വേണ്ട, ബാഗല്ല തലയ്ക്ക് വെക്കുന്നത്. ഈ ബെഡ്ഷീറ്റ് കിട്ടിയത് തന്നെ വലിയ ഉപകാരം. ചെയ്ത് വെക്കുള്ളൂ.
ഞാനൊരു വേല ഇറക്കാൻ നോക്കിക്കോ. പിടി. വന്നേ. വാ. ഒരു ചെറിയ പരിപാടിയാ. പ്രൊഫസർക്ക് ഒരു തലയാണ വേണമെന്നും പറഞ്ഞു നീ ഒന്ന് സൈരയുടെ സ്വർണ്ണം വാങ്ങിച്ചോ. പ്രൊഫസർക്ക് തലാണയില്ലെന്നോ? നിനക്ക് രണ്ടെണ്ണം ഉണ്ടല്ലോ, ഒന്ന് കൊടുക്കാൻ. പ്രൊഫസർക്ക് തലയാണയില്ലെന്നോ? പച്ചക്കള്ള ഉണ്ടായിരുന്നത് മൻസൂറിന് കൊടുത്തു. കൊണ്ടുപോ. ഏയ് മൻസൂറേ, എഴുന്നേക്കാൻ. നീ ഭാഗ്യവാൻ തന്നെ. തലയാണ സൈറ കൊടുത്ത് അയച്ചതാ. ഇത് വേണ്ടായിരുന്നു. എടാ, പ്രിയപ്പെട്ടവർ സ്നേഹപൂർവ്വം സമ്മാനിക്കുന്ന ഒരു പാരിതോഷികവും നിരസിക്കാൻ പാടില്ല. പ്രിയം നിറഞ്ഞ മൻസൂറിന്, ഇവിടെ വന്നത് മുതൽ മൻസൂറിനെ സ്വകാര്യമായി ഒന്ന് കാണാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നാളെ കാലത്ത് എനിക്ക് വേണ്ടി വഴിയിൽ കാത്തിരിക്കാൻ അപേക്ഷ. സ്നേഹപൂർവ്വം സൈറ. അവിടെ ആരെയും കാണുന്നില്ലല്ലോ. സൈറയ്ക്ക് തോന്നിയതാവും. തോന്നിയതല്ല, ഞാൻ കണ്ടതല്ലേ. എന്താ ഇവിടെ? സൈറ ജനലിന് വെളിയിൽ കറങ്ങിക്കൊണ്ട് നിൽക്കുന്ന ഒരാളിനെ കണ്ട് പേടിച്ചെന്ന. അവിടെ ആരെയും കാണുന്നില്ലല്ലോ. കാണില്ല സാർ, അതൊരു പഴയ കഥയാണ്, കേട്ടുകേൾവിയാണ് കേട്ടോ. എനിക്ക് അനുഭവമൊന്നുമില്ല. 19 വർഷങ്ങൾക്ക് മുൻപ് ഈ വീട്ടിൽ താമസിച്ചിരുന്ന ഇതിന്റെ ഉടമസ്ഥന് സുന്ദരിയായ ഒരു മകളുണ്ടായിരുന്നു. അവളുടെ മുറച്ചെറുക്കൻ അവളെ വിവാഹം കഴിക്കാൻ വേണ്ടി ആറ്റു നോറ്റിരിക്കുകയായിരുന്നു. പക്ഷേ അവളുടെ അച്ഛന് അത് സമ്മതമായിരുന്നില്ല. സമ്മതമല്ലാന്ന് തീർത്തു പറഞ്ഞല്ലോ, പിന്നെന്തിനു വീണ്ടും എന്നെ ബുദ്ധിമുട്ടിപ്പിക്കുന്നു? അവൾക്ക് നിന്നെ തീരെ ഇഷ്ടമല്ല. ശരി, എന്നാൽ ഞാൻ പോകട്ടെ. അച്ഛാ, ഇന്ന് ആദ്യത്തെ വെള്ളിയാഴ്ചയല്ലേ, അമ്പലത്തിൽ പോണ്ടേ?
തമ്പുരാനെ അടിക്കല്ലേ, ഞാൻ ചീത്ത ഉദ്ദേശത്തോടെ ചെയ്തതല്ല. തമ്പുരാട്ടി കണക്കിലധികം വെള്ളം കുടിച്ചു. അത് അത് പുറത്ത് കളഞ്ഞെടുക്കാൻ ഞാൻ ആവുന്നത്ര ശ്രമിച്ചു നോക്കി. എന്നിട്ട് ഒന്നും പറ്റാഞ്ഞിട്ടാണ് അവസാന കൈയായത്. അയ്യോ അയ്യോ അയ്യോ. വള്ളക്കാരൻ മരിച്ചുവെങ്കിലും മാസത്തെ ആദ്യ വെള്ളിയാഴ്ച രാത്രി സമയത്ത് ഉയർന്നു കേൾക്കാറുള്ള വള്ളക്കാരന്റെ കരച്ചിൽ അവരെ പരിഭ്രാന്തരാക്കി. അവസാനം അവർ ഇവിടം വിട്ട് എങ്ങോ പോയി. പിന്നീട് വളരെക്കാലം ഈ കെട്ടിടം പൂട്ടിക്കിടക്കുകയായിരുന്നു. അതിനുശേഷമാണ് സർക്കാർ ഇത് ഏറ്റെടുത്ത് റെസ്റ്റ് ഹൗസ് ആക്കി മാറ്റിയത്. ആ, നിങ്ങൾ ഭയപ്പെടണ്ട. ഇനി അടുത്ത മാസം ആദ്യത്തെ വെള്ളിയാഴ്ച വരെ ഇത് അനുഭവപ്പെടില്ല. മൻസൂറാണോ ഈ കത്ത് തന്നയച്ചത്? കുറുപ്പിനെ അങ്ങനെ ലോ ക്ലാസ് ആയിക്കളയല്ലേ. മൻസൂറിന്റെ കത്തായതുകൊണ്ടാണ് ഞാൻ കൊണ്ടുവന്ന് തന്നത് തന്നെ. എന്താളിയാ അവിടെ നിൽക്കുന്നേ? വാ, ഞാൻ പിന്നെ വരാം, നിങ്ങൾ വെക്കോ. എന്താ ഇവിടെ വരുന്നില്ലേ? നടന്നോ, ഞാൻ പുറകെ വന്നേക്കാം. ഗുഡ് മോർണിംഗ് മിസ്റ്റർ മൻസൂർ. ഗുഡ് മോർണിംഗ്. ഇത്രയും കാലം ഈ വികാരം നിങ്ങൾക്ക് എങ്ങനെ മനസ്സിൽ അടക്കി ഒതുക്കി നിർത്താൻ സാധിച്ചു? ഐ ടു ലവ് യു. പക്ഷെ എനിക്ക് തിരിച്ചു തരാനാവില്ല. നിങ്ങളുടെ വീട്ടിലെ വേലക്കാരിയുടെ മകനാണ് ഞാൻ. പിന്നെ ഇതിന്റെ അർത്ഥം? പ്രേമത്തിന് കുചേല കുബേര വ്യത്യാസമില്ലെന്ന് മനസ്സിലറിയില്ലേ? അത് നോവലിലും നാടകത്തിലും സിനിമയിലും ഒക്കെയാണ്. ജീവിതത്തിൽ അതൊരു വലിയ അന്തരമാണ്. പക്ഷെ ആ വ്യത്യാസം ഞാൻ കണക്കിലെടുക്കുന്നില്ല. റിയലി ലവ് യു. നിങ്ങൾ കാണിച്ച തമാശ എത്ര വലിയ അപകടത്തിലേക്കാണ് വഴിതെളിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ശരി, നാളെ രാവിലെ പുറപ്പെടാൻ എല്ലാവരും തയ്യാറായിക്കൊള്ളൂ. Now take rest. You be here.
പഠിത്തമെല്ലാം കഴിഞ്ഞ് നമ്മൾ വിചാരിക്കുന്നതിന് മുന്നേ തന്നെ എല്ലാരും ഇഞ്ഞ് പോന്ന പ്രൊഫസർ ഉണ്ടോ കൂടെ? അല്ലാ, എന്ത് പറ്റി മോളെ? ഒന്നുമില്ല മുത്തപ്പ, പതുക്കെ വീണതാ. പതുക്കെ വീണ? എന്നിട്ട് തലയിൽ ഇത്ര വലിയ ഹലാക്കിന്റെ ബട്ടക്കിട്ട്? ഭയപ്പെടാൻ ഒന്നുമില്ല, ഒന്ന് വിശ്രമിക്കട്ടെ. സൈര, അകത്തുപോയി ഉമ്മയോട് വിവരം പറയും. ഇരിക്കി. ഞമ്മള് സൈറാന്റെ ഉമ്മാന്റെ ബാപ്പാന്റെ ജ്യേഷ്ഠനാണ്, അതായത് ഓൺ ബ്രദർ ഇക്ക. അതുകൊണ്ട് ബിബിനെ ഉമ്മയ്ക്ക് മാത്രം പറഞ്ഞാൽ പോരാ, ഞമ്മക്ക് പറയണം. പറയാമല്ലോ. അയ്യോ, എന്താ മോളെ ഇത്? എന്റെ മൂക്ക് എന്ത് പറ്റി? വിവരങ്ങളൊക്കെ ഞാൻ പറയാം. ആദ്യം സൈര ഒന്ന് വിശ്രമിക്കട്ടെ. വരൂ മോളെ. ഇതാണ് സംഭവിച്ചത്. അക്ഷരമുള്ള ഞമ്മൾ അന്തം വിട്ടുപോയി. അപ്പൊ കാറ്റിൽ അവന് വെറുതെ ഓടി നടന്ന് വീണതാണല്ലേ? കുട്ടികളല്ലേ, പാട്ടും ഡാൻസും ഒക്കെ ഇടത്ത് രസിച്ചു, ഒന്ന് വീണു. ബിജുല്ല, സിലോളാണെങ്കിൽ ബിജുല്ല. അവിടുത്തെ ഡാൻസ് ഇവിടത്തെ പോലെയല്ല. ആദ്യം വെറും ഡാൻസ്, പിന്നെ ട്വിസ്റ്റ്, പിന്നെ ക്യാബറ്, റോക്ക് ആൻഡ് റോൾ, ലാസ്റ്റ് കൊടുക്കാൻ കപ്പട നഹിയേ. ആണോ? ബൈ ബൈ. സിലോണിലൊക്കെ പോയിട്ടുണ്ടല്ലേ? അതല്ലേ നമുക്ക് സിലോണി ഹമീദ് സാഹിബ് എന്ന ക്വാളിഫിക്കേഷൻ. അബ്ദുറഹ്മാൻ ഹാജി മരിച്ചതിന് ശേഷം ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ ബലമായിട്ടൊരു സെക്യൂരിറ്റി ഫോഴ്സ് ഇല്ല. അതുകൊണ്ട് നമ്മുടെ അനിയൻ നമ്മളെ ഇവിടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആക്കി. ഇതാണ് എന്റെ ഉമ്മ. നമസ്കാരം. എടാ മൻസൂറെ, നിന്നോട് നമ്മൾ പറഞ്ഞിട്ടില്ലേ പഠിപ്പും പരീക്ഷയുള്ളവരോട് വർത്താനം പറയുമ്പോൾ ഇംഗ്ലീഷിൽ പറയണമെന്ന്? നിന്റെ ഉമ്മയെ സാറിന് പരിചയപ്പെടുത്തും ഇങ്ങനെ വേണം പറയാൻ. സാറേ, ദിസ് ഈസ് മൈ ഓൺ മദർ എന്ന് പറ. ഓ, ഇനി എങ്ങനെ പറഞ്ഞോളാം? കോളേജിൽ പോയതുകൊണ്ട് മാത്രമായില്ലടാ, വിവരം പഠിക്കണം, അതായത് ക്വാളിഫിക്കേഷൻ. സാറ് ചായ കുടിക്കും. ഇവനൊക്കെ വെറുതെ എങ്കിലും സിലോൺ വരെ ഒന്ന് പോയിട്ട് വേണം, എന്നാലേ എഡ്യൂക്കേഷൻ പഠിക്കും. സൈര വീഴാൻ തുടങ്ങുന്നത് കണ്ട് ഞാൻ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചതാണ്, സാധിച്ചില്ല. നീ ഇരിക്കും മോളെ. നീ ഇരിക്കും മോളെ, ചായ കുടിക്കേ. കുടിക്കൂ ഷാഹിദ. നിന്നെ എനിക്ക് മനസ്സിലായില്ലല്ലോ, നീ ഏതാ? ഞാൻ ചായക്കടക്കാരി സബീനയുടെ മള. ഏത് ചായക്കടക്കാരി? കല്ലുപാലത്തിന് തെക്കുവശം. നിന്റെ ബാപ്പ ജയിലിലാണെന്നാണ് ഉമ്മ പറയാറുള്ളത്. എഴുന്നേക്കടി. എഴുന്നേക്കാനാ നിന്നോട് പറഞ്ഞത്. ഉമ്മ, എന്നെ പിശാചാക്കി മാറ്റാതെ ഇറങ്ങി പോ പുറത്ത്. ഉമ്മ, നിന്റെ ഉമ്മ ഞങ്ങളെ ഈ കുടുംബത്തെ നശിപ്പിക്കാൻ ഒരുപാട് ശ്രമിച്ച് അത് നടക്കാതെ വന്നപ്പോൾ ആ ജോലി നിന്നെ ഏൽപ്പിച്ചിരിക്കുകയാണല്ലേ? സൈര താനെ വീണതാണോ അതോ നീ അവളെ കൊല്ലാൻ ശ്രമിച്ചാണോ? ഷഹീദ, 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 എന്നെ എന്തിനു അവൾ കൊല്ലുന്നു? അതുകൊണ്ട് അവൾക്ക് എന്ത് നേട്ടമാണ്? നേട്ടമുണ്ട് മോളെ, നേട്ടമുണ്ട്. പെട്ടെന്ന് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. സാവധാനം ഞാനെല്ലാം പറഞ്ഞു തരാം. എന്താ മോളെ, എന്തിനാ കരയണേ? അബ്ദുൾ റഹ്മാൻ ഹാജിയാരുടെ പേരക്കിടാവ് സൈരയോട് ഉമ്മയ്ക്ക് എന്തെങ്കിലും വിരോധമുണ്ടോ? ചോദിക്കാൻ കാരണം, പഠിക്കാൻ പോയ സ്ഥലത്ത് സൈര അറിയാതെ പുഴയിൽ വീണു, മുറ്റു പൊട്ടി. അവളെ കൊണ്ടാക്കാൻ
ഞാനും ആ വീട്ടിൽ പോയി. അവളുടെ ഉമ്മ പറഞ്ഞു ഞാൻ മനഃപൂർവ്വം അവളെ കൊല്ലാൻ തള്ളിയിട്ടതാണെന്ന്. ഞാൻ എന്തിനു സൈരയെ കൊല്ലണം? ആ സ്ത്രീ എന്തോ തെറ്റിദ്ധരിച്ചു പറഞ്ഞാണ് മോളെ. സൈര മരിച്ചാൽ അവളുടെ സ്വത്തിന് നീ അവകാശമാകുമോ എന്ന് അവർ സംശയിച്ചു കാണും. അതെങ്ങനെ ഉമ്മ? സൈര മരിച്ചാൽ അവളുടെ സ്വത്തിന് ഞാൻ അവകാശിയാകുന്നത്? നിങ്ങളുടെ രണ്ടുപേരുടെയും പാപ്പ ഒന്നാണ് മോളെ. ഞങ്ങളുടെ രണ്ടുപേരുടെയും ബാപ്പ ഒന്നോ? അതെ മോളെ. പിന്നെ എങ്ങനെ അവര് പണക്കാരും നമ്മൾ സാധുക്കളുമായി? ഉമ്മ ഇനിയും നിന്നിൽ നിന്ന് ഒന്നും ഒളിക്കുന്നില്ല മോളെ. എല്ലാം ഞാൻ പറയാം. നിന്റെ വല്യപ്പ, അതായത് എന്റെ ബാപ്പ, ഒരു പാവപ്പെട്ട മീൻകച്ചവടക്കാരനായിരുന്നു. വെക്കടാ അവിടെ, വെക്കടാ. നമുക്ക് വച്ചില്ലെങ്കിൽ നീ വെക്കില്ലല്ലേ? ഇല്ല. നമുക്ക് ഞാൻ കുറച്ച് കാശ് തരാണ്ടെന്ന് വെച്ച് കച്ചവടം കൊടുക്കുന്നു. പോടാ പോടാ. നമുക്ക് സത്യം പറഞ്ഞാൽ ഈ വരവും കൂടിക്കാഴ്ച എനിക്ക് പേടിയാ. കണ്ണിൽ ചോരയില്ലാത്ത മനുഷ്യന്മാർ പലതും പറഞ്ഞുണ്ടാക്കും. ആരെന്തും പറഞ്ഞോട്ടെ, എനിക്ക് ജീവനുണ്ടെങ്കിൽ നിന്റെ കഴുത്തിൽ ഞാൻ മിന്നു കിട്ടും. അല്ലോ പാപ്പ വരണേ. പിന്നെന്താ മൊയ്തീൻ കുഞ്ഞ് ഈ നേരത്തെ ഇങ്ങോട്ട്? നല്ല മീനുണ്ടെങ്കിൽ കുറച്ച് വായക്കോട്ട് പോകാന്ന് കരുതി വന്നതാ. നീ മീൻ വാങ്ങിച്ചോണ്ടെങ്കിലും വീട്ടിൽ കറി വെക്കൂല. ഈ വിളവൊന്നും എന്റെ അടുത്ത് വേണ്ട മൊയ്തീൻ കുഞ്ഞ്. നേര് പറ, നീ സബീനെ കാണാൻ വന്നതല്ലേ? സബീനെ കാണാതെ ഒരു നിമിഷം പോലും എനിക്ക് തള്ളി നിൽക്കാനാവില്ല. പിരിശമൊക്കെ കൊള്ളാം. നേരവും കാലവും നോക്കാതെ ഇങ്ങോട്ട് ഓടി വരുന്നത് നല്ലതിനല്ല. ആളുകൾ പലതും പറയും. പ്രായമായ പെണ്ണ, അവളെ കെട്ടിച്ചയക്കേണ്ടതാ. അവൾക്ക് താഴെയും വേറെ കുട്ടികളുണ്ട്. ഒന്നിനൊരു ചീത്തപ്പേര് വന്നാൽ അതെല്ലാത്തിനെയും ബാധിക്കും. ഞാനായിട്ട് സബീനയ്ക്ക് ഒരു ചീത്തപ്പേരും വരുത്തൂല. സബീനയെ നിക്കാഹ് ചെയ്യാൻ എനിക്ക് ആശയുണ്ട്. അതിന് നീ മാത്രം ആശിച്ചാ പോരല്ലോ, നിന്റെ ബാപ്പ സമ്മതിക്കണ്ടേ? ഞാൻ ബാപ്പയെ കൊണ്ട് സമ്മതിപ്പിച്ചാലോ? എങ്കിൽ ആ നിമിഷം നിനക്ക് അവളെ ഞാൻ നിക്കാഹ് കഴിച്ചു. എന്തൊക്കെ നാണക്കേടാണ്ടാ ഞാൻ ഈ കേൾക്കണമൊക്കെ. നീ ആ ബീരാൻ കുഞ്ഞിന്റെ മോളെ ഈ ലോകത്തിലാണോ? എന്താണ് ഹിമാറെ അന്റെ ചെവിക്കല് പറഞ്ഞു പോയോ? ചോദിച്ചു കേട്ടില്ലേ? ആ പൂസലാം മീൻകാരന്റെ മോളായിട്ട് അടുപ്പത്തിലാണോന്ന്? പൂസലാരും തറവാട്ടുകാരൻ. ഇസ്ലാമിനെ തരത്തിരിവ് ഏത് കിതാബിലാണ് ബാപ്പ പറഞ്ഞിരിക്കുന്നത്? വേണ്ട, ഞാൻ ഇവിടുന്ന് പറയിപ്പിക്കണ്ട. ഒന്ന് ഞാൻ പറഞ്ഞേക്കാം, എന്റെ ഇഷ്ടത്തിനെതിരായിട്ട് വേറെ ഏതെങ്കിലും പെണ്ണ് നീ നിക്കാഹിക്കുകയാണെങ്കിൽ അന്ന് മുതൽ ഈ കുടുംബമായിട്ട് എനിക്ക് ബന്ധവും കാണൂല. അത് ഈ ഓർത്തോ. അത് നടക്കണമെന്ന് എന്റെ സ്വത്ത് മുഴുവൻ ഞാൻ എത്തിക്കാനൊക്കെ എഴുതി കൊടുക്കും. ആ ബാപ്പയ്ക്ക് ഇഷ്ടമില്ലാത്തൊരു നിക്കാഹ് ഞാൻ നടത്തിയാൽ സ്വത്ത് മുഴുവൻ യത്തീംഖാനയ്ക്ക് എഴുതി കൊടുക്കുമെന്നാണ് ബാപ്പ പറയുന്നത്. അത് നമുക്ക് രണ്ടു കൂട്ടർക്കും നല്ലതല്ലല്ലോ. അതുകൊണ്ടാണ് ഈ നിക്കാഹ് രഹസ്യമായിരിക്കണമെന്ന് ഞാൻ പറയുന്നത്. കുറച്ചു നാളത്തേക്ക് ബാപ്പയെ ഒരു അറിയാതിരുന്നാ മതി. പിന്നെ ഞാൻ ഒക്കെ നേരെയാക്കിക്കൊള്ളാം. നിങ്ങൾ അങ്ങോട്ട് പേരി. നിങ്ങൾ എന്തിനാ അങ്ങനെ എതിര് പറയണേ? അങ്ങ് സമ്മതിച്ചു കൊടുത്തേക്ക്. അങ്ങനെങ്കിൽ ഇവളെ ഒന്ന് പുറത്തിറക്കാലോ. ഒരൊറ്റ മോന അങ്ങനെ അങ്ങ് തള്ളിക്കളയാൻ ആചാരം കൊണ്ടാവൂല. ചെല്ലി, നിങ്ങൾ അങ്ങ് സമ്മതിച്ചു കൊടുത്തേക്ക്. ചെല്ലി. ശരി, നീ പറയും പോലെ നമ്മൾ നിക്കാഹ് നിർത്തിത്തരാം. പക്ഷെ ഒരു കാര്യം, നിക്കാഹിന് ശേഷം എന്റെ മോള് എന്തെങ്കിലും കാരണത്തിൽ കണ്ണീര് കുടിക്കേണ്ടി വന്നാൽ പിന്നെ ഈ കാണുന്ന വീരാങ്കുഞ്ഞാവൂല അന്ന് നീ കാണാൻ പോണം. كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. എന്റെ മകൾ സബീന ബീവിയെ ഞാൻ നിങ്ങൾക്ക് 19 മിസ്കാൽ പൊന്നിന് വിവാഹം ചെയ്തു തന്നിരിക്കുന്നു. നിങ്ങളുടെ മകൾ സബീന ബീവിയെ 19 മിസ്കാൽ പൊന്നിന് ഹലാലായി ഞാൻ ഏറ്റുവാങ്ങിയിരിക്കുന്നു. സബീന,
മേരിയും കുഞ്ഞ് രാത്രിയിൽ എവിടെയാ പോകണമെന്ന് അന്വേഷിച്ചറിയാൻ പറഞ്ഞിട്ട് മുസ്ലിയാർ അന്വേഷിച്ചോ? അന്വേഷിക്കുക മാത്രല്ല സംഗതി കണ്ടുപിടിക്കുകയും ചെയ്തു. ആ ബീരാങ്കുഞ്ഞിന്റെ പുരയില ഓന്റെ അന്ത്യോർക്കം അൽക്കുലത്ത്. അല്ലാ, ഈ പഹയൻ മോൻ ഈ കുടുംബത്തിന് മാനം കെടുത്തു. ഇലാഹി, ഞമ്മക്ക് ഒന്ന് തോന്നുന്നുണ്ടാചാരിക്ക, മൊയ്തീൻ കുഞ്ഞിനെ കൊണ്ട് ഉടനെ തന്നെ ഒരു പെണ്ണേട്ടിപ്പിക്കാൻ, തൊട്ട് തലോടി കൊഞ്ചിക്കൊഴയാൻ കിളി കിളി പോലത്തെ ഒരു പെങ്കൊച്ചിനെ കിട്ടിയാല് പിന്നെ ഈ അൽക്കുലത്തിനൊന്നും പോവില്ല. എന്തേ? ആ നേരാ മുസ്ലിയാർ പറഞ്ഞത്. ബാപ്പ നിനക്ക് വേറെ പെണ്ണന്വേഷിക്കുന്നു കേട്ടല്ലോ. ആ ഞാനും കേട്ടു. കേട്ടോ? എന്നിട്ട് നീ എന്ത് ചെയ്തു? ഞാനെന്ത് ചെയ്യാനാ? എന്ത് ചെയ്യാനെന്നോ? ബാപ്പ നിക്കാഹ് ഉറപ്പിച്ചാൽ നടക്കും. അന്ന് നിന്റെ മയ്യത്തായിരിക്കും തോന്നുന്നു. ഞാൻ മയ്യത്തായാൽ നഷ്ടം നിങ്ങളുടെ മകക്കായിരിക്കും. എടാ, നിന്റെ തലയ്ക്ക് ഇടി വീഴടാ. ഉമ്മ വെറുതെ ഇരി. ഇല്ല, ഞാൻ അതിന് സമ്മതിക്കില്ല. ഈ നിക്കാഹിന്റെ കാര്യം ഞാൻ നിന്റെ ബാപ്പയോട് പറയും, എല്ലാരും അറിയട്ടെ. അറിയട്ടെ, ആര് വിശ്വസിക്കാനാ? സബീനയെ ഞാൻ നിക്കാഹിയതിന് എന്താ തെളിവ്? ഖത്തീബ് സാക്ഷിയുണ്ട്. കള്ളസാക്ഷി പറയാൻ ആർക്കാ സാധിക്കാത്തത്? അപ്പോ നീ സെബീനെ നിക്കാഹ് ചെയ്തിട്ടില്ലെന്നാണോ പറഞ്ഞുകൊണ്ടുവരുന്നത്? നിങ്ങൾ അതിന് വഴിവെച്ചാൽ എനിക്കങ്ങനെ പറയാതിരിക്കാൻ പറ്റില്ല. മറ്റെന്തിനേക്കാളും എനിക്ക് വലുത് എന്റെ ബാപ്പയുടെ സ്വത്താണ്. അത് നഷ്ടപ്പെടുന്ന ഏത് സാഹചര്യത്തെയും ഞാൻ എതിർക്കും. ഞാൻ പറയുന്നതനുസരിച്ചാൽ എല്ലാവർക്കും നന്ന്. കുറെ കാലം കൂടി ഈ നിക്കാഹിന്റെ കാര്യം ആരെയും അറിയിക്കണ്ട. അതുകൊണ്ട് സബീനയ്ക്ക് ഒരു കോട്ടം ഉണ്ടാകാൻ പോകുന്നില്ല. എന്റെ മരണം വരെ ഞാൻ ഇവളെ നല്ല രീതിയിൽ സംരക്ഷിക്കും. അങ്ങനെ ഞാനും നിന്റെ ബാപ്പയും തമ്മിലുള്ള വിവാഹം രഹസ്യമായിട്ട് തന്നെ സൂക്ഷിക്കേണ്ടി വന്നു. നിന്റെ ബാപ്പ വിവാഹിതനാണെന്ന് വിവരം മനസ്സിലാക്കാതെയാണ് മോളെ നിന്റെ വല്യപ്പ എന്നെ അദ്ദേഹത്തിന് നിക്കാഹ് ചെയ്തു കൊടുത്തത്. നിക്കാഹ് ചെയ്ത ദിവസം മോളെ പാല് ആർക്ക്? മോൾക്കും മൊയ്തീൻ കുഞ്ഞിനും. അദ്ദേഹം ഇങ്ങനെ വരുമെന്ന് തോന്നുന്നില്ല. ഇതെന്തൊരു പോക്കിരുത്തലാണ് മൊയ്തീൻ കുഞ്ഞ് കാണിച്ചത്. കെട്ടിക്കൊണ്ട് വന്ന് ആദ്യമായി ഈ വീട്ടിൽ കാല് കുത്തിയ രാത്രിയില് നിങ്ങൾ ഈ ചെയ്തത് കടുങ്ങയായി പോയി. ആ പെൺകുട്ടി ഇപ്പോ എന്തുമാത്രം വേദനിക്കുന്നുണ്ടോ? ഒരു ഭാര്യയ്ക്ക് വേണ്ടിയല്ല ഞാൻ അവളെ വിവാഹം കഴിച്ചത്. ബാപ്പയുടെ സ്വത്ത് മാത്രമാണ് എന്റെ ലക്ഷ്യം. സോറി ഇല്ല ഇവിടെ. ഓളോട് ഇങ്ങോട്ട് വരാൻ പറയും. മോളെ നിന്നെ മാമ വിളിക്കുന്നു. മാമ വിളിച്ചാ? ആ വിളിച്ച്. ഇനി മേലാളി എന്നെ മാമാന്ന് വിളിക്കരുത്, ബാപ്പാന്നേ വിളിക്കാവൂ. എന്താന്നറിയോ, എനിക്ക് പെമ്മക്കളില്ല. ആ കുറവ് എന്റെ മോള് നിർത്തണം. ഞാൻ പറയണത് അനക്ക് മനസ്സിലാവണ്ട. ഊവാ എങ്കിലും നീ ഒരു കാര്യം ചെയ്യണം. ഐസുമാന്റെ കയ്യില് എനിക്കൊന്നും കൊടുത്തയക്കരുത്. ചായ ആയാലും ചോറായാലും എല്ലാം നീ എന്നെ കൊണ്ടുതരണം. ഞാനിത് പറയണത് എന്തുകൊണ്ടാന്ന് എനിക്ക് മനസ്സിലായ? മനസ്സിലായി. എന്ത് മനസ്സിലായി? നിന്റെ കൈ കൊണ്ട് വാങ്ങി തിന്നാൻ ആശ കൊണ്ടാണ് മോളെ. ശരി മാമ. പിന്നെയും തുടങ്ങി മാമാന്ന്. ബാപ്പാന്ന് വിളിക്ക്. ബാപ്പാന്ന്. ശരി ബാപ്പ. ബാപ്പാക്ക് തൃപ്തിയായി മോളെ. ഇനിയിപ്പൊ തന്നെ ബാപ്പ മയ്യത്തായാലും ബാപ്പാക്ക് സന്തോഷം തന്നെ. ആ 20 കൊല്ലം മുമ്പ് മേരിയും കുഞ്ഞിനുമ്മ മയ്യത്തായപ്പോ തുടങ്ങിയതാ ഞാനിത് ചുമന്നുകൊണ്ട് നടക്കാൻ. ഇനി ഇതിന്റെ അവകാശി നീയാണ് മോളെ. എന്നാ പിടിച്ച മോളെ. എന്നാ അപ്പൊ പിന്നെ താഹിറാനും നദീറാനും കെട്ടിച്ചയക്കേണ്ടതാണ് നീ പറയുന്നത്? എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പിന്നെ നീ ഇപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? അവരെ കെട്ടിച്ചയക്കാൻ പണം വേണ്ടേ? ഈ കാര്യം മൊയ്തീനോട് പറയാൻ പറഞ്ഞപ്പോ നീ ചൂടായല്ല. അങ്ങോർക്കല്ലല്ലോ ഇവരെ കെട്ടിച്ചയക്കേണ്ട ചുമതല. എന്നങ്ങ് നീ തീർത്തു പറയരുത്. വീട്ടിലൊരു പുതിയാപ്പിളുണ്ടെങ്കിൽ
കുടുംബത്തിലെ കാര്യങ്ങൾക്ക് കുറച്ചൊക്കെ ചുമതല അവനും കാണും. അവക്കൊരു കെട്ടിയവനെ കിട്ടിയപ്പോ ബാപ്പയും വേണ്ട, ഉമ്മയും വേണ്ട, അനീത്തിമാരും ആങ്ങളെ ആരും വേണ്ട. എന്താ ഒരു ബഹളം? ബഹളോ? ഇവിടെ ബഹളമൊന്നും ഉണ്ടായില്ല. അതോ മോനെ, അമ്മായി പറയാ ദല്ലാളാര അംസക്കോയക്ക താഹിറാക്കും നദീറാക്കും ഓരോ കല്യാണക്കാരും കൊണ്ടുവന്ന് തിരക്കിയ കൂട്ടത്ത് തരക്കേടില്ല എന്ന് തോന്നി. പറഞ്ഞിട്ടെന്താ 14 പവന്റെ പൊന്നാ ചോദിക്കണേ. അതൊന്നും ഞമ്മളെ കൊണ്ട് ആവൂല എന്ന് പറഞ്ഞ് നാവ് എടുത്തില്ല. അംസക്കോയ്ക്ക് ഒരു ചോദ്യം, 10 അല്ല 50 പവൻ വേണമെങ്കിൽ കൊടുക്കാൻ ത്രാണിയുള്ള വരുമാനല്ലേ കയ്യിലുള്ളതെന്ന്. നേര് പറയാമല്ലോ മൊയ്തീൻ കുഞ്ഞ്, എന്നെ ചങ്കടച്ചു പോയി, ഉണ്ടാൻ പറ്റിയില്ല. സൂര, എനിക്ക് വല്ലാതെ വിശക്കുന്നു. ചോറില്ലേ? ഇപ്പൊ കൊണ്ടുവരാം. എന്താ എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? ചോറ് പിന്നെ നമുക്ക് ഒരുമിച്ച് ഊണ് കഴിക്കാം. വേണ്ട, ഞാൻ പിന്നെ കഴിച്ചോളാം. അത് പറ്റില്ല, നീ എന്റെ കൂടെ ഇരിക്കണം. വരൂ. എന്നെ ഈ അവസരത്തിൽ സുഹറ മനസ്സറിഞ്ഞും സഹായിക്കണം. ഞാൻ നിങ്ങളെ സഹായിക്കേ? എന്താ കാര്യം? ബാപ്പ അറിയാതെ കുറെ കടങ്ങളുണ്ട് എനിക്ക്. ഉടനെ അത് വീട്ടേണ്ടി വന്നിരിക്കുന്നു. ഇല്ലെങ്കിൽ മാനക്കേടാവും. അതിന് ഞാനെന്താ വേണ്ടത്? എനിക്ക് നിന്റെ കുറെ സ്വർണം വേണം. പണയം വെക്കാനാ? ഉടനെ എടുത്ത് തന്നേക്കാം. എന്താ നിനക്കൊരു വിഷമം? സ്വർണം തരാൻ ബുദ്ധിമുട്ടാണോ? ബുദ്ധിമുട്ടോ? എന്നെ തന്നെ ഞാൻ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞു. പിന്നീട് സ്വർണം ഉള്ളത് മുഴുവൻ തരാൻ ഞാൻ ഒരുക്കമാണ്. മുഴുവനൊന്നും വേണ്ട, തൽക്കാലം 40 പവൻ മതി. എന്ത് സുഹൃ. എളുപ്പം കയറ്റി പോവാം, സമയരോടായി. കുറച്ചും കൂടെ തള്ളി വയ്ക്കേ. എളുപ്പാട്ടെ എളുപ്പാട്ടെ. കേറ്റ് കേറ്റ്. പോവാം പോവാം. വിട്ടോ. വെക്കോട്ടെ. അലക്കുലത്തെ അവിടെ നിർത്ത്, നമ്മളെ മരുന്നേ. അല്ല, എനിക്ക് ഈ അലക്കുലത്തൊക്കെ ഇവിടുത്തെ നിൽക്കാനും കൊണ്ടുപോവാ? അല്ല, മുസ്ലിയാരൊന്നും അറിഞ്ഞില്ലേ? നമ്മുടെ മീൻകാരൻ ബീരാങ്കുഞ്ഞിന്റെ രണ്ടാമത്തെ മൂന്നാമത്തെ മക്കളുടെ നിക്കാ. രണ്ടാമത്തെയും മൂന്നാമത്തെയും മക്കളെ കല്യാണോ? അപ്പൊ പിന്നീടോ മൂത്ത മോളോ അതിനെ പുഴുങ്ങി തിന്നാൻ വെച്ചിരിക്കുക? മൂത്ത പെണ്ണിന്റെ കല്യാണം എന്നേ കഴിഞ്ഞു. നിങ്ങളുടെ മോനാളുടെ മകൻ മൊയ്തീൻ കുഞ്ഞല്ലേ അവളെ നിക്കാ കഴിച്ചിരിക്കുന്നത്. ഈ നിക്കാഹിന് വേണ്ട ചെലവുകളൊക്കെ നോക്കി നടത്തുന്ന എങ്ങനാ? സൂറ മോളെ, സൂറ. സൂറ കിടക്കണം. കിടക്കണ? എന്തു പറ്റി? തലക്കൊരു കനം, 2-3 വട്ടം ഛർദിക്കുകയും ചെയ്തു. ഡാക്ടറെ വിളിപ്പിക്കണോ? അതൊന്നും വേണ്ട, ഇതൊക്കെ സാധാരണ പെണ്ണുങ്ങൾക്ക് ഉണ്ടാവാറുള്ളതാ. എന്ന് വെച്ചാ? ആ ജെറുക്ക ഒരു ഉപ്പൂപ്പാകാൻ പോണു. കുഞ്ഞുകൊച്ചു മനസ്സിലായ വിവരം അറിഞ്ഞ അതിർമാനാജി ഒരു ഉപ്പൂപ്പയാവാൻ പോണു. ഉപ്പൂപ്പ? ആ എന്തോടോ മര്യാദ, എനക്കൊരു സന്തോഷം കാണാത്ത? ഒന്നുമില്ല. നോണ പറഞ്ഞ് എന്റെ അടുത്ത് തടിയപ്പാന്ന് ഈ ഗ്രാ കാണണ്ട. കാര്യം പറ. ആചാരിക്ക, ഇപ്പൊ അതറിയണ്ട. ഇപ്പൊ അറിയണ്ടെന്ന് പറഞ്ഞാല് പിന്നീട് അറിയാൻ വിരോധമില്ലെന്ന്. ആ എങ്കിൽ അതെനിക്കിപ്പൊ തന്നെ അറിയണം. പറയും മര്യാദ, കാര്യം എന്താ? മൊയ്തീൻ കുഞ്ഞ് വേറെ പെണ്ണ് കിട്ടിയിരിക്കുകയാണ്.
മീൻകാരൻ ബീരാങ്കുഞ്ഞിന്റെ മൂത്ത മോളെ. എന്താണോ പറഞ്ഞത്? അദ്രുമാനാജിയുടെ മോൻ മൊയ്തീൻ കുഞ്ഞ് മീൻകാരൻ ബീരാന്റെ മോൾ നിക്കാഹ് കഴിച്ചു. ഒന്ന് വേഗം ആവട്ടെടോ. 4 ഓല വലിച്ചു കേട്ടാ ഇത്ര പറ്റുന്ന സമയോ? ഉണ്ടല്ലോ അവന്റെ ഒരു പന്തല്. അല്ല, ആചാരിക്കാൻ മുയലേറല്ലേ വരണേ? വാമോനെ. ആചാരിക്ക ഇരിക്കും. ഞാനിവിടെ കുത്തിരിക്കാൻ വന്നതല്ല, ഞാൻ വന്നത് നീ കാണാമെന്ന് അറിയാനാ. എന്താ ആചാരിക്കക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു സംശയം? ആചാരിക്ക ആയിപ്പോയി. ഇല്ലെങ്കിൽ ഇപ്പൊ തന്നെ നമ്മൾ സംശയം തീർത്തു തന്നാനെ. കുറെ തീർക്കും. മോളെ ഞാൻ അറിയാതെ നിന്റെ മോനെ കൊണ്ട് നിക്കാഹ് കഴിപ്പിച്ചല്ലേ എന്റെ അനർത്ഥം. രണ്ടിലൊന്നും അറിയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. നീ അവന്റെ മോളുടെ മൊഴി വാങ്ങുന്നോ അതോ ഞാൻ അവനെ കൊണ്ടാ കൊടുപ്പിക്കണോ? മൊഴിയോ? നീ അതങ്ങ് സമ്മതിച്ചു കൊടുക്ക് ബീരാങ്കുഞ്ഞെ. വേണമെങ്കിൽ ആചാരിക്ക 100-500 തരും. സംഗതി അൽക്കുലത്താക്കിയാല് അതും കിട്ടൂല. 500 ഉറുപ്പിക. താൻ ആചാരക്കാരെ അടുക്കളയിൽ വല്ല നക്കി തിന്നാണെങ്കിൽ അത് നിന്ന് കേടാ. വലിയ ആനക്കാരിയൊന്നും തിരക്കണ്ട. അപ്പോ നീ അതിനൊരുക്കലല്ലേ? മടമരിയനെ മൊയ്തീൻ കുഞ്ഞിനെ കൊണ്ട് ഇന്ന് അവളുടെ മൊഴി ഏൽപ്പിച്ചിട്ട് വേറെ കാര്യം. കൊല്ലത്തും മൊഴി ചൊല്ലിപ്പിക്കും. താനല്ല നിന്റെ കാരണവന്മാർ വിചാരിച്ചാൽ നടക്കുമല്ലോ ആചാരിക്ക. ഗർഭമുള്ള പെണ്ണ് മൊഴിയല്ലാൻ ഇസ്ലാം വിധിച്ചിട്ടില്ല. ഗർഭമുള്ള പെണ്ണോ? ബാപ്പോ എങ്ങനെ കരയാതിരിക്കുന്നു? എന്തൊക്കെയാണ് ഞാൻ ഈ കേൾക്കുന്നത്? ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ ബാപ്പ. അവരെങ്കിലും സന്തോഷമായി ജീവിക്കട്ടെ. ഒരു തെറ്റും ചെയ്യാത്ത നിന്നെ അവൻ കണ്ണീര് കുടിപ്പിക്കല്ലേ ചെയ്തത്? എന്നെപ്പറ്റി എനിക്ക് വിചാരമില്ല. പക്ഷേ എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ്, ആ കുഞ്ഞിനെ ഓർത്തെങ്കിലും ബാപ്പ അദ്ദേഹത്തെ ഒന്നും പറയരുത്. ആ മുഖത്ത് നോക്കി ബാപ്പാന്ന് വിളിക്കാനുള്ള അവസരം എന്റെ കുഞ്ഞിനെ നഷ്ടപ്പെടുത്തരുത് ബാപ്പ. അവൻ നിന്റെ കുഞ്ഞിന്റെ മാത്രം ബാപ്പയല്ല മോളെ, മറ്റൊരു കുഞ്ഞിന്റെ ബാപ്പ കൂടിയാണ്. അവിടെയാണ് ബാപ്പ തോറ്റുപോയത്. അപ്പോ അത് സംഭവിച്ചു. നീ സാധാരണ അണിഞ്ഞു നടക്കാറ് നെക്ലസ് എവിടെ? കെട്ടിയവന് കൊടുത്തു അല്ലേ? അത് അദ്ദേഹത്തിന് അവകാശപ്പെട്ടതല്ലേ ബാപ്പ. എന്തവകാശം? പെൺകുട്ടികൾക്ക് ഉമ്മ വാപ്പമാർ കഷ്ടപ്പെട്ട് പൊന്നു കൊടുക്കുന്നത് അവർക്ക് അണിഞ്ഞുകൊണ്ട് നടക്കാനാ, അല്ലാതെ ആണുങ്ങൾക്ക് പണയം വെക്കാനുള്ളതല്ല. മോളെ, ഇതൊക്കെ രണ്ടാം തരക്കാർക്ക് ചേർന്നതാണ്. ബാപ്പ അങ്ങനെ പറഞ്ഞോ? നീ വിഷമിക്കട്ടെ. എനിക്ക് ജീവൻ നടത്തോളം കാലം നീ എന്റെ ഭാര്യയായി തന്നെ ജീവിക്കും. തന്ന കാശ് തേഞ്ഞില്ല പുതിയാപ്പിള. ഒരു 3000 രൂപയുടെ ഉടനെ ഉണ്ടാക്കണം. എപ്പോഴും ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചാൽ എന്റെ കാര്യം നിന്നോടല്ലാതെ വേറെ ആരോട് പറയാനാ? എനിക്ക് പ്രായമായ അമ്മക്കളുണ്ടോ? ഏതായാലും പെട്ടെന്ന് പണം ഉണ്ടാക്കുന്ന കാര്യം അല്പം പരിങ്ങില്ല. പണം ഉണ്ടാക്കാനുള്ള വഴി നമ്മൾ പറഞ്ഞുതരാം. ഇത്രയും കാലം നിന്റെ ഉമ്മാടെ സ്വത്തെല്ലാം ബാപ്പയല്ലേ നോക്കി നടന്നത്. അത് നിനക്ക് വിട്ടുതരാൻ പറയണം. പോയി പോയി വാപ്പാനി മോനി പിരിക്കാനുള്ള നോട്ടമാ. നിങ്ങളതൊന്നും ചെവിക്കൊള്ളണ്ട. പിന്നെ വന്ന ചെയ്താൽ ഇബിലീസിന് ഇഞ്ച കുത്തണം. നിക്കടവിടെ. ഇത് 10,000 രൂപയുണ്ട്. ഇത് കൊണ്ടുപോയി കൊടുത്തിട്ട് നിന്റെ മീൻകാരന്റെ മോളായിട്ടുള്ള ബന്ധങ്ങൾ അവസാനിപ്പിച്ചേക്ക്. പണം കൊടുത്ത് അവസാനിപ്പിക്കാവുന്ന ഒരു ബന്ധമല്ല ഞങ്ങളുടേത്. ബന്ധം ഉണ്ടാ? പണക്കാരനായ അദ്രുമാനാജിന്റെ മോനായതുകൊണ്ടാണ് എന്നോട് സ്വീകരിച്ചത്. ഗർഭിണിയായ ഒരു പെണ്ണിനെ മൊഴിയില്ലാതെ ഇസ്ലാമിന്റെ നിയമം അനുവദിക്കൂല. അതുകൊണ്ടാണ് എന്നോട് കാര്യം പറയണത്. മൊഴി ചൊല്ലാതെ മറ്റേത് വിധത്തിൽ ബന്ധം അവസാനിപ്പിക്കണമെന്ന ബാപ്പ പറയുന്നത്? നീ അവിടെ പോരുത്, ഓളെ കാണരുത്. ശരി, നിങ്ങളുടെയൊക്കെ ആഗ്രഹമല്ലേ, നടക്കട്ടെ. പ്രായമായ മകന് സ്വന്തമായ ആവശ്യങ്ങൾ പലതുമുണ്ടെന്നും അതിലേക്ക് അവൻ എന്തെങ്കിലും കൊടുക്കണമെന്നും ബാപ്പയ്ക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. ആ വകയിൽ 10 പൈസ പോലും എനിക്ക് കിട്ടിയിട്ടുമില്ല. ഈ പണം കൊണ്ട് കുറച്ചു കാലമെങ്കിലും എനിക്ക് എന്റെ ആവശ്യങ്ങൾ ഭംഗിയായി നിർവഹിക്കാം. പടച്ചവൻ ഇനിയും ബാപ്പയ്ക്ക് ഇതുപോലെ നല്ല ബുദ്ധി തോന്നിപ്പിക്കട്ടെ. എന്ത് പറഞ്ഞടാ ശൈത്താനെ? അപ്പോ നീ എന്നെ ചതിക്കായിരുന്നല്ലേ? എന്താ അടിക്കുന്നില്ലേ? അടിച്ചടിച്ചാണ് നിങ്ങൾ എന്നെ ഈ നിലയിൽ എത്തിച്ചത്. ഉമ്മ മരിച്ചതിന് ശേഷം നിങ്ങൾ എന്നോട് കാണിച്ചിട്ടുള്ള ക്രൂരതകൾക്ക് കൈയും കണക്കുണ്ട്. മരത്തിൽ കെട്ടിയിട്ടടിച്ചതും
പുളിയുറുമ്പും കൂടി മേലിലിട്ടതും ചട്ടുകം പഠിപ്പിച്ച് തുടയിൽ വെച്ച് പൊള്ളിച്ചതും നിങ്ങൾ മറന്നാലും ഞാൻ മറക്കില്ല. അതൊക്കെ നീ നന്നാവാൻ വേണ്ടിയിരുന്നു. നന്നാകാൻ എന്നിട്ട് എന്തേ നന്നാകാഞ്ഞത്? ആ ക്രൂരതയാണ് എന്നെ ഈ വീട്ടിൽ നിന്നും പുറത്തേക്ക് അടിച്ചത്. അവിടെ എനിക്കിഷ്ടപ്പെട്ട കുറെ കൂട്ടുകാരെ കിട്ടിയപ്പോ അതിൽ കവിഞ്ഞ സ്വർഗം വേറെയില്ലെന്ന് ഞാൻ മനസ്സിലാക്കി. ഇത്രത്തോളം എത്തിയിട്ടും എന്നെ അടിക്കാനുള്ള നിങ്ങളുടെ ആശ ഇനിയും തീർന്നിട്ടില്ല അല്ലേ? എനിക്കെന്റെ സ്വത്ത് വിട്ടുകിട്ടണം. സ്വത്തോ? എന്ത് സ്വത്ത്? മനസ്സിലായില്ലേ? എനിക്ക് അവകാശപ്പെട്ട എന്റെ ഉമ്മയുടെ സ്വത്ത്. ഇതുവരെ നിങ്ങളത് അവഹരിച്ചു വെച്ചിരിക്കുകയായിരുന്നു. ഇനി എനിക്കത് വിട്ടുകിട്ടണം. മൊയ്തീൻ കുഞ്ഞെ, പടച്ചോന് പൊരുത്തപ്പെടാത്തൊന്നും പറയരുത്. നിങ്ങൾ ആരോടാണ് ഈ സംസാരിക്കുന്നതെന്ന് മനസ്സിലാവുന്നുണ്ടോ? നീ അവിടെ മിണ്ടാതിക്കടി. എനിക്ക് സംസാരിക്കാനുള്ളത് ഈ മനുഷ്യരോടാണ്. പറയട്ടെ മോളെ, അവന് തോന്നിയതൊക്കെ അവൻ പറഞ്ഞു തീർക്കട്ടെ. എനിക്കധികം ഒന്നും പറയാനില്ല. എനിക്ക് എന്റെ ഉമ്മയുടെ സ്വത്ത് വിട്ടുകിട്ടണം, അത്ര തന്നെ. അത് തന്നാ പിന്നെ നമ്മൾ തമ്മിലുള്ള ബന്ധം അവസാനിക്കോടാ. അവസാനിപ്പിക്കണമെങ്കിൽ ബാപ്പയും മോനും തമ്മിലുള്ള ബന്ധം എങ്ങനെയാടാ അവസാനിപ്പിക്കണത്? മൊഴി ചൊല്ലി തീർക്കാവുന്ന ബന്ധമല്ലടാ അത്. സ്വത്ത് തരുന്നു അതോ നിർത്താതെ തീർത്ത് പറയടാ. ഞാനത് പിടിച്ചു വാങ്ങണോ എന്ന് ചോദിക്കുകയായിരുന്നു. ബാപ്പയുടെ മനസ്സ് പൊരിയിച്ച് നിങ്ങൾ ഈ സ്വത്ത് വാങ്ങിയാൽ നിങ്ങൾക്ക് ഒരു കാലത്തും ഗതി പിടിക്കില്ല. എനിക്ക് ഗതി പിടിക്കണമെങ്കിൽ നീ മരിക്കണം. വേണ്ടടാ മോനെ, ബാപ്പാന്റെ കയ്യിൽ നിന്ന് സ്വത്ത് പിടിച്ചു വാങ്ങിയെന്ന് ചീത്തപ്പേര് കൂടി നീ വരുത്തി വെക്കണ്ട. കുഞ്ഞിപ്പച്ചേ, നിങ്ങൾ പോയി വക്കീൽ അച്ഛത പണിക്കരെ വിളിച്ചോണ്ട് വാ. ഇവന്റെ ഉമ്മാന്റെ സ്വത്ത് കൊടുത്തേക്കാം. കിട്ടേണ്ടത് കിട്ടിയാലേ തോന്നേണ്ടത് തോന്നും. ബാപ്പ സ്വത്ത് മുഴുവൻ വിട്ടുകൊടുത്താൽ 1 മാസം കൊണ്ട് മോനത് പൊടി പൊടിക്കും. അറിയാം മോളെ, പക്ഷേ അവൻ ചോദിച്ചാ കൊടുത്തേ പറ്റൂ. ആ സ്വത്ത് വേണ്ടുമെന്ന് അനുഭവിക്കാൻ പറച്ചോൻ അനുഭവിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ പറഞ്ഞാ പറ്റൂ. ആ എല്ലാം അവന്റെ നിശ്ചയം പോലെ നടക്കട്ടെ. ബാപ്പ വരണോ? അസ്സലാമലൈക്കും. അലൈക്കും അസ്സലാം. മോളെ, ചായ? ഇപ്പൊ ഒന്നും വേണ്ട. സുഹൃയെ പ്രസവത്തിന് കൂട്ടിക്കൊണ്ടുപോകുന്ന കാര്യം പറയാനാണ് ഞാൻ വന്നത്. നാട്ടു നടപ്പതാണല്ലോ. ബാപ്പായ്ക്ക് ശരീരത്തിന് നല്ല സുഖമില്ല. ഈ ചുറ്റുപാടിൽ ബാപ്പായെ തനിച്ചാക്കിയിട്ട് ഇവിടെ നിന്നും പോരാൻ പറ്റൂല. എന്റെ സൂക്കേട് നീ കാര്യാക്കണ്ട മോളെ. ഇവിടെ നിന്ന് നോക്കാൻ ആരാ? അവിടെ ആവുമ്പോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇല്ല, ആരെന്ത് പറഞ്ഞാലും ഞാനിതിന് സമ്മതിക്കില്ല. ആരും എന്നെ നിർബന്ധിക്കുകയും വേണ്ട. അവളുടെ ഇഷ്ടം അതാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ. ആചാരിക്ക, പിന്നെ മൊയ്തീൻ കുഞ്ഞിനെ കുറിച്ച് പല കഥകളും ഞാൻ കേട്ടു. കേട്ടതൊക്കെ എന്താണെന്ന് എനിക്കറിയാം. അതെല്ലാം സത്യമല്ല എന്ന് പറയാൻ എന്നെ കൊണ്ടാവില്ല. നിക്കാഹിന് മുമ്പ് ഞാനിതൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാനത് നടത്തിക്കില്ലായിരുന്നു. മനഃപൂർവ്വം നിങ്ങളെയോ നിങ്ങളുടെ മകളെയോ ഞാൻ ചതിച്ചിട്ടില്ല. ഉണ്ടെങ്കിൽ അള്ളാഹു എന്നോട് ചോദിക്കട്ടെ. അഞ്ഞൂറല്ല 1000 ഉണ്ട്. മാമ പുതുപുത്ത സൈക്കിൾ ഒന്ന് മേടിച്ചു. എന്റെ റബ്ബേ, അമ്പായിക്ക് കുപ്പായം വാങ്ങാൻ. വാളിയ ഇതെന്റെ പൊന്നാരയില് പടക്കം മേടിക്കാൻ. എല്ലാവർക്കും തൃപ്തിയായില്ലേ? കുറച്ച് നാളെ ഒരു പശുക്കുട്ടിയെ വാങ്ങണം എന്നൊരു മോഹം. ഒരു 100-300 ഉറുപ്പിയോട് കിട്ടിയിരുന്നെങ്കിൽ. പശുക്കുട്ടിയെ മേടിക്കാനുള്ള മോഹവുമായി അമ്മായി മരിക്കാൻ ഇടവരരുത്. പിടിക്ക്. ഇനി നിങ്ങളോട് എല്ലാവരോടുമായി ഞാൻ ഒരു കാര്യം പറയാൻ പോകുന്നു. നാളെ ഞാനും സവീനയും മാറി താമസിക്കാൻ പോവുകയാണ്. അങ്ങനെ നിന്റെ ഉമ്മയുടെ സ്വത്ത് വിറ്റ് കിട്ടിയ പണത്തിൽ നിന്നും കുറച്ച് പണം കൊടുത്ത് നിന്റെ ബാപ്പ ഒരു പറമ്പും പെരയും വിലയ്ക്ക് വാങ്ങി. ഞങ്ങൾ അങ്ങോട്ട് താമസം മാറ്റുകയും ചെയ്തു.
നിങ്ങൾ നോക്കണം, ഞാനിപ്പോ വരാം. സുഹറാക്ക് നന്നായി പനിക്കുന്നുണ്ട്. ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതാവും നല്ലതെന്ന വയറ്റാട്ടിയുടെ അഭിപ്രായം. ഇതാ പോത്തിനോട് 4 തവണ ചോദിച്ചല്ലേ, അപ്പോഴൊക്കെ സാരില്ല സാരില്ല എന്ന് പറഞ്ഞു. ഇനിയിപ്പോഴെന്താ ചെയ്യാ? എന്തെങ്കിലും ഒന്ന് ചെയ്യണം. മൊയ്തീൻ കുഞ്ഞിന് ആളയച്ചിട്ട് ആ ബലാൽ തിരിഞ്ഞു നോക്കിയില്ല. വിളിക്കാൻ പോയ മുസ്ലിം കാണുന്നില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ? മൊയ്തീൻ കുഞ്ഞ് ഇവിടെ ഇല്ലേ? കുറെ ദിവസങ്ങളായി ഇവിടെയും വന്നിട്ട്. കയ്യിൽ പൈസ ഉണ്ടല്ലോ, കൂട്ടുകാരുമായി നടക്കായിരിക്കും. എങ്ങനെയുണ്ട്? ഓപ്പറേഷൻ കൂടാതെ പറ്റില്ല എന്ന്. മൊയ്തീൻ കുഞ്ഞ് വന്നില്ലേ? എങ്ങനെ ഇരിക്കുന്നു? നിങ്ങൾ ഭയപ്പെടാതിരിക്കണം, ഞങ്ങൾ കഴിയുന്നത് ശ്രമിക്കുന്നുണ്ട്. യാ ലത്തീഫ്, യാ അസ്ലാം. പ്രസവിച്ചു പെൺകുഞ്ഞ്, അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നു. ആശുപത്രിയിൽ കിടന്ന് മരിച്ചു ജീവിച്ച എന്നെ കാണാൻ നിന്റെ ബാപ്പ വന്നില്ല. നിന്റെ കൊച്ചുമുഖമെങ്കിലും ഒരു നോക്ക് കാണാൻ അദ്ദേഹം ഓടിയെത്തുമെന്ന് ഞാൻ വിശ്വസിച്ചു. അതും വെറുതെയായി. 1 വർഷത്തേക്ക് നിന്റെ ബാപ്പ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയതേയില്ല. സോറ, നീ മൊയ്തീൻ കുഞ്ഞിന്റെ ഉമ്മാനെ കണ്ടിട്ടുണ്ട? കാണണ്ട, പകരം ഇവളെ കണ്ടാ മതി. അങ്ങനെ തന്നെ ഒപ്പി വെച്ചേക്കുന്നു. ഇവളുടെ മോറ് കാണുമ്പോ ഞാൻ മൊയ്തീൻ കുഞ്ഞിന്റെ ഉമ്മാനെ കുറിച്ച് ഓർത്തു പോകും. എന്തൊരു സീനത്തുള്ള പെണ്ണായിരുന്നോ. ആ സീനത്ത് എന്റെ മോക്കും കിട്ടിയിട്ടുണ്ട്. ഇല്ലേ മോളെ? ആ എന്നാ ആ എന്നാ ആ സൂറ, ഞാനിവക്ക് നല്ലൊരു പേര് കണ്ടുവച്ചിട്ടുണ്ട്. ഇവളുടെ ഉമ്മൂമ്മന്റെ പേര് തന്നെ സൈറാന്ന്. എല്ലാം ബാപ്പയുടെ ഇഷ്ടം. മൊയ്തീൻ കുഞ്ഞ് വന്ന് എന്റെ മോളെ ഒന്ന് കാണണം. പിന്നെ അവൻ എന്റെ മോളെ പിരിഞ്ഞ് പോവൂല. ഓ നല്ലോനാ. അതുകൊണ്ടാ ഇത്ര നാളായിട്ടും അവൻ ഈ കുഞ്ഞിനെ കാണാൻ പോലും വരാതിരുന്നത്. സുഖമില്ലാതിരിക്കുന്ന വാപ്പയുടെ അടുത്ത് നിന്നും വിട്ടുമാറാൻ നിൽക്കുന്നതും അതുകൊണ്ട് തന്നെയാ. ആ, ഓൻ എന്റെ അടുത്ത് തരാൻ വിഷമം കാണും. സ്വത്ത് പിടിച്ചു വാങ്ങിയതല്ലേ. ഇപ്പോഴാണെങ്കിൽ അതൊക്കെ നശിക്കുകയും ചെയ്തു. ഓനൊരു മനുഷ്യനാണെങ്കിൽ എന്റെ മുഖത്ത് നോക്കാൻ ധൈര്യം ഉണ്ടാവില്ല. ആ മാമളെ, ഇവിടെ കൊണ്ടുപോയി തൊട്ടിൽ കിടത്ത്. എന്തു തോന്നി ഇങ്ങോട്ടൊക്കെ കാലൂത്താൻ? ഇതിനെ നീ പ്രസവിച്ചു തന്നെയാണോ? എനിക്കിങ്ങനെ വെളുത്തൊരു കുഞ്ഞിനെ പ്രസവിക്കാനുള്ള യോഗ്യതയില്ലെന്നായിരിക്കും. ആ, പടച്ചവനൊരുത്തരുണ്ടെന്ന് മാത്രമല്ല, അവനൊരു അത്ഭുത പ്രതിഭാസം കൂടിയാണെന്ന് ഇപ്പോഴെനിക്ക് മനസ്സിലായി. ആ, എനിക്ക് കുറച്ച് സ്വർണം കൂടെ വേണം. അത് ചോദിക്കാനാണ് ഞാൻ വന്നത്. വാങ്ങിക്കൊണ്ട് പോകാനായിട്ടല്ലാതെ ഒന്നും തരാനായിട്ട് നിങ്ങൾ ഇതുവരെ ഇങ്ങോട്ട് വന്നിട്ടില്ലല്ലോ. ഞാൻ എന്ത് തരാൻ? ഇവിടെ കാണുന്നതെല്ലാം നിനക്കുള്ളതല്ലേ? എനിക്ക് ആവശ്യം ഇവിടെ ഇല്ലാത്ത മറ്റു പലതുമാണ്. എനിക്ക് അവകാശപ്പെട്ട ആ മറ്റു പലതും നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്കെല്ലാം വീതിച്ചു കൊടുത്തിട്ട് വേണ്ടാത്തതൊക്കെ എന്നോട് എടുത്തോളാൻ. ആ, സംസാരിച്ചേക്കാൻ സമയമില്ല. ഞാൻ ചോദിച്ചിരുന്നതാ. ചോദിക്കുമ്പോഴൊക്കെ എടുത്തു തരാൻ ഞാൻ സ്വർണ്ണക്കടയൊന്നും തുടങ്ങിയിട്ടില്ലല്ലോ. നിന്റെ ഓശാരമൊന്നും എനിക്ക് വേണ്ട. എനിക്ക് അവകാശപ്പെട്ടത് ഞാൻ ചോദിക്കുന്നുള്ളൂ. എന്റെ സ്ത്രീധനാട്. സ്ത്രീ വേണ്ട, ധനം മാത്രം മതി. കൊള്ളാമല്ലോ ന്യായം. എന്താണ് കാണിക്കുന്നത്? കണ്ണിൽ ചോരയില്ലാത്ത പുറത്ത് കാണിക്കരുത്. മോളുടെ ആഗ്രഹം നടിക്കരുത്. അയ്യോ വേണ്ട. സ്വർണം കണ്ണു ചോരയില്ലാത്ത മൃഗം ഒടുപ്പിക്കാമെന്നതാവും. എന്ത് വേണമെന്ന് ഞാൻ നിശ്ചയിച്ചോളാം. നീ നിശ്ചയിക്കേ. അന്ന് ഞാൻ
നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയാൽ അതിന്റെ ചീത്തപ്പേര് എനിക്കായിരിക്കും. എന്റെ ഉപദേശം കൊണ്ടാണ് നിങ്ങളുടെ പാപ്പയും വേണ്ടപ്പെട്ടവരെ ഉപേക്ഷിക്കണമെന്ന് ആൾക്കാർ പറയും. നീ ഉപദേശിച്ചാൽ ഞാൻ അനുസരിക്കണമെന്നുണ്ടോ? വേറെ വല്ലതും പറയാനുണ്ട്, പറ. ഇതിലും വലിയൊരു കാര്യം എനിക്ക് പറയാനില്ല. വലിയ മുതലാളി മരിച്ചു. എനിക്ക് വേണ്ട, കുറച്ച് കുടിക്കും. വേണ്ടാഞ്ഞിട്ടാ. നിങ്ങൾ എന്തിനാ ഇത്രയൊക്കെ താല്പര്യക്കുന്നത്? അവൾ ഇവിടുത്തെ കാരണമൊക്കെയല്ലേ. ബുദ്ധിയുള്ള പെണ്ണുങ്ങളൊക്കെ അങ്ങനെയാ. ഇതിനെന്തിനാ ബുദ്ധി? ആണുങ്ങളെ വലവിച്ച് പിടിക്കാൻ ബുദ്ധി വേണോ? അതിന് വേണ്ടതേ വേറെ ചില കഴിവുകളാ. സവീന, നീ എന്താ ഇവിടെ നിൽക്കുന്നത്? നിങ്ങൾ വരാൻ വേണ്ടി കാത്തു നിന്നതാ. ഞാൻ വീട്ടിലേക്ക് പോകുന്നു. എന്താ കാര്യം? നീ സബീനയെ വഴക്കൊല്ലും പറഞ്ഞു? നീ സബീനയെ വഴക്കൊല്ലും പറഞ്ഞോന്ന്? ഞാൻ ആരെയൊന്നും പറഞ്ഞില്ല. പിന്നെ എന്തിനാ അവൾ പുറത്തുനിന്ന് കരയുന്നത്? അത് അവളോട് തന്നെ ചോദിക്കണം. അവളോട് ചോദിച്ചിട്ടാണ് ഞാൻ വരുന്നത്. അവൾ എന്റെ ഭാര്യയാണ്. അങ്ങനെ ഒരു ഭാര്യയെ ഇതിനു മുൻപ് ഇവിടെ കണ്ടിട്ടില്ല. നിങ്ങളുടെ ഭാര്യയായിട്ട് ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. നീ എന്റെ ഭാര്യയായത് എന്റെ ബാപ്പ കാരണമാണ്. ബാപ്പ മരിച്ചു. ഇനിയിപ്പോ നീയുമായുള്ള ബന്ധവും അവസാനിപ്പിക്കണം. മുസ്ലിയാരെ, നിങ്ങളുടെ സാന്നിധ്യത്തിൽ മറ്റുള്ളവരെ സാക്ഷി നിർത്തി സുഹറയെ ഞാൻ മൊഴിയെല്ലാം പോകുന്നു. നിങ്ങൾ എന്താ ഈ പറഞ്ഞത്? സുഹറ മൊഴി ചൊല്ലാൻ പോകുന്നു? ചെയ്യരുത്, ഒരിക്കലും നിങ്ങൾ ആ മഹാപാപം ചെയ്യരുത്. ഇതെന്റെ സ്വന്തം കാര്യമാണ്. നിനക്കിതിൽ തടയേണ്ട കാര്യമില്ല. നിങ്ങളുടെ സ്വന്തം കാര്യം എന്റെയും കൂടെ കാര്യമാണ്. നിങ്ങൾ ഈ കടുങ്കൈ പ്രവർത്തിച്ചാൽ അതിന്റെ ഫലം ഞാനും എന്റെ ഈ കുഞ്ഞ് അനുഭവിക്കേണ്ടി വരും. പടച്ചോനെ ഓർത്ത്, നബിയെ ഓർത്തെങ്കിലും എന്റെ വാക്കുകൾ നിങ്ങൾ അനുസരിക്കണം. നീയല്ല, പടച്ചോൻ എന്ന് പറഞ്ഞാൽ ശരി. മൊയ്തീൻ കുഞ്ഞിന്റെ തീരുമാനം തന്നെയാണ്. ഈ നിമിഷം മുതൽ അവൾ എന്റെ ഭാര്യയല്ല. നിങ്ങളുടെ മകൾ സുഹറയുടെ മൊഴി 1 ചൊല്ലി 2 ചൊല്ലി മുത്തലാക്ക് 3 ചൊല്ലി പിരിച്ചിരിക്കുന്നു. എന്തിനു റബ്ബേ ഈ മഹാപാപത്തിന് എന്നെ സാക്ഷി നിർത്തി? ഞാൻ നിന്നോട് എന്ത് ക്രൂരത കാണിച്ചു തമ്പുരാനെ? കരഞ്ഞതുകൊണ്ടൊന്നും പടച്ചവന്റെ വിധിയെ തടുക്കാനാവില്ല മോളെ. നീ കുഞ്ഞിനെ കൊണ്ടുപോവാ, നമുക്ക് പോവാം മോളെ. സബീന, ഇവിടെ വാ. ഇവിടെ വരാൻ. ഇനിമേൽ ഇതിന്റെ അവകാശം നീയാണ്. പിടിക്കാൻ ആശുപത്രി. ഇതുവരെ സുഹറയ്ക്ക് ഈ വീട്ടിലുണ്ടായിരുന്ന എല്ലാ അധികാരങ്ങളും അവകാശങ്ങളും ഈ നിമിഷം മുതൽ ഈ നിൽക്കുന്ന സബീനയ്ക്കാണ്. ഇവൾ പറയുന്നതാണ് ഇനി നിങ്ങൾ അനുസരിക്കേണ്ടത്. എന്താ മിണ്ടാത്തത്? പറഞ്ഞത് കേട്ടില്ലേ? പൊക്കോ. സബീന, അകത്തേക്കല്ലേ. നിൽക്കവിടെ. മൊയ്തീൻ കുഞ്ഞെ, സുഹറയെയും കുഞ്ഞിനെയും നീ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു അല്ലേ? അതിനുള്ള അധികാരം നിനക്കില്ല. മേലാൽ ഈ വീടിന്റെയും ഇതിനോടനുബന്ധിച്ച എല്ലാ സ്വത്തുക്കളുടെയും അവകാശം ഇവർക്കാണ്. ഒന്നാം തരം പ്രവചനം. ബാപ്പയുടെ സ്വത്തിന്റെ അവകാശി, മൊഴി ചൊല്ലപ്പെട്ട ഭാര്യയും കുഞ്ഞും. തനിക്ക് കിടക്കാനുള്ള കാക്ക
ഉച്ചക്കിറക്ക്. കിറുക്ക് പിടിച്ചിരിക്കുന്ന നിനക്കാണ്. ഈ കാണപ്പെട്ട സ്വത്ത് മുഴുവൻ സുഹറയുടെയും കുഞ്ഞിന്റെയും പേർക്ക് എഴുതി വെച്ചിട്ടാണ് ആചാര്യ മരിച്ചത്. വിൽപ്പത്രം വക്കീൽ അച്യുതപ്പണികളുടെ കയ്യിലുണ്ട്. സംശയം ഉണ്ടെങ്കിൽ വാങ്ങി വായിച്ചു നോക്ക്. എന്റെ മകളെ മൊയ്ശല്യായിട്ട് ഇവിടെ സുഖിച്ച് പായാമെന്ന് കരുതി. വാങ്ങിട്ട് നോക്കാൻ എനിക്ക് തെറ്റുപറ്റിപ്പോയി. ഞാനിത് വാങ്ങാൻ പാടില്ലായിരുന്നു. എന്തിനാ മൊയ്തീൻകുഞ്ഞെ നീ ഇങ്ങനെ ഒരു അൽക്കുൽ തൊപ്പിച്ചത്? നീ എന്തിന് സൂറയെ മൊഴിയല്ലേ? ഇങ്ങനൊരു ബുദ്ധിമോശം നീ കാണിക്കുന്നു ഞാൻ നേരത്തെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ആ ആധാരം രജിസ്റ്റർ ചെയ്യാൻ ഞാൻ ആചാര്യക്കെ നിർബന്ധിക്കൂലായിരുന്നു. അപ്പോ താനാണ് ഇതിനൊക്കെ കാരണക്കാരനല്ലേ? എന്നെ നശിപ്പിച്ച താൻ മേലാൽ ജീവിച്ചിരിക്കരുത്. താമസിച്ചിരുന്ന വീടും പറമ്പും വിറ്റിട്ടാണ് നിന്റെ ബാപ്പയുടെ പേരിലുള്ള കേസ് ഞാൻ നടത്തിയത്. എന്നിട്ടും അദ്ദേഹം ജീവപര്യന്തം തടവിൽ ശിക്ഷിക്കപ്പെട്ടു. 10 കൊല്ലം ജയിൽ ചാടി അദ്ദേഹത്തിന്റെ ശിക്ഷാവധി കുറെ കൂടെ നീണ്ടു. നിന്നെ പോറ്റി വളർത്താനും പഠിപ്പിക്കാനും മറ്റു മാർഗങ്ങളൊന്നും ഇല്ലാതിരുന്നതുകൊണ്ട് ഉമ്മ ഈ ചായക്കട തുടങ്ങി. സൈര മരിച്ചാൽ അവളുടെ ബാപ്പയുടെ മറ്റൊരു മകളായി നീ ആ സ്വത്തിന് അവകാശമായി തീരുമോ എന്ന് പേടിച്ചാണ് സൂറ നിന്നെ വഴക്ക് പറഞ്ഞത്. സാരമില്ല മോളെ, എല്ലാം അനുഭവിക്കേണ്ടവരാണ് നമ്മൾ. അപ്പോ സൈര എന്റെ അനിയത്തിയാണോ? അതെ മോളെ. ആരാ ഈ പാതിരാത്രിക്ക്? മോളെ ബാപ്പ. മോളെ ബാപ്പ മോളെ ഷഹീറിപ്പോ കോളേജിൽ പഠിക്കാണ്. ഇവിടെ പഠിപ്പിക്കാൻ ഞാൻ പെട്ട കഷ്ടങ്ങൾ ചില്ലറയല്ല. ഈ ചായക്കട തുടങ്ങിയ ശേഷമാണ് എന്റെ ശ്വാസം നേരെ വീണത്. രാത്രിക്കൊരു പകലുണ്ടാകാതിരിക്കില്ല. നീ സമാധാനിക്കൂ. ഉമ്മയ്ക്കറിയാമോ, പെട്ടെന്ന് ഞാൻ ചാടി രക്ഷപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ സൈരയുടെ പൊടി പോലും കിട്ടില്ലായിരുന്നു. ഇൻഷാ അല്ലാ പടച്ചോൻ കാത്തു. മോനെ, ഈ വീട്ടിലെ ഉപ്പും ചോറാണ് നമ്മൾ തിന്നുന്നത്. നിന്റെ ഉപ്പ മരിച്ച ശേഷം സൈറയുടെ അമ്മ ഏതെല്ലാം തരത്തിൽ നമ്മളെ സഹായിക്കണം. ആ നന്ദിയും കടപ്പാട് ഈ കുടുംബത്തോട് കാണിക്കണം. സൈറയുടെ ഉമ്മ വിളിക്കുന്നു. വരട്ടെ അമ്മ. മൻസൂറെ, ഇന്നല്ലേ ഫീസ് കൊടുക്കേണ്ടത്? അതെ. എന്നാ ഹായ്. ഹലോ ഷഹിദ, നീ പോയിക്കോ, ഞാൻ വന്നേക്കാം. ഞാൻ ഷഹീദയെ അന്വേഷിച്ച് നടക്കിയിരുന്നു. ഉമ്മ വഴക്ക് പറഞ്ഞതിന് എന്നോട് പരിഭവമൊന്നും തോന്നരുത്. തക്കതായ കാരണം വെച്ചുകൊണ്ടാണ് അവരത് പറഞ്ഞത്. പിന്നീട് ഉമ്മ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് നിന്റെയും എന്റെയും ബാപ്പ ഒന്നാണെന്ന്. ഉമ്മ എന്നോടും പറഞ്ഞു. പിന്നെ സൈറ, നമ്മുടെ ബാപ്പ ജയിലിൽ വന്നിട്ടുണ്ട്. എവിടെയുണ്ട്? എന്റെ വീട്ടിൽ. ഞാൻ വരട്ടെ സൈറ. ഷഹീദ, ഷഹീദ, സൈറ. ഷഹീദ
എന്റെ സഹോദരിയാണ് സത്യം മൻസൂർ അറിയാമോ? അത് ഞാൻ എത്രയും മുമ്പ് മനസ്സിലാക്കിയിട്ടുണ്ട്. എന്റെ ബാപ്പ ജയിലിലാണെന്ന് മൻസൂർ അറിഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. എന്റെ ബാപ്പയെ കൊന്നതിനല്ലേ ജയിലിൽ പോയത്? മൻസൂറിന് എന്റെ ബാപ്പയോട് ദേഷ്യമുണ്ടോ? എന്താ ഇങ്ങനെ നോക്കുന്നത്? മൻസൂറിന് എന്നെ ഇഷ്ടമാണോ? എങ്ങനെ ഇഷ്ടമാണെന്ന്? മുത്താപ്പ 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 എന്റെ ബാപ്പ ജയിലിൽ നിന്ന് വന്നിട്ടുണ്ടെന്ന്. ആര് പറഞ്ഞു? ഷഹീദ പറഞ്ഞു അവളുടെ വീട്ടിലുണ്ടെന്ന്. ഞാൻ പോയി ബാപ്പയെ ഒന്ന് കണ്ടോട്ടെ മുത്താപ്പ. പിന്നെന്താ മോളെ, നിനക്ക് പോയി കണ്ടൂടെ? വെറും ബാപ്പയല്ലേ, നിന്റെ ഒറിജിനൽ ബാപ്പയല്ലേ? ഉമ്മ, ഞാൻ ഷഹീദയുടെ വീട് വരെ ഒന്ന് പോവുകയാണ്. ബാപ്പ ജയിലിൽ നിന്ന് വന്നിട്ടുണ്ടെന്ന്. എന്ത്? അതിന് നീ എന്തിനു പോണു? എനിക്ക് എന്റെ ബാപ്പയെ കാണാൻ. വേണ്ട വേണ്ട, ആ മനുഷ്യൻ ഷഹീദയുടെ ബാപ്പയായിരിക്കും. എന്നെ മൊഴി ചൊല്ലിയ ദിവസം നിന്റെ ബാപ്പ മരിച്ചു. ഇത് കേട്ടോ മൂത്താപ്പ? ഉമ്മ എന്തൊക്കെയാണ് ഈ പറയുന്നത്? അങ്ങനെ നോക്കുമ്പോ നിന്റെ ഉമ്മ പറഞ്ഞതിലും വകുപ്പുണ്ട് മോളെ. നിന്റെ ഉമ്മയുടെ കെട്ടിയവനല്ലാത്ത ഒരുത്തൻ എങ്ങനെ നിന്റെ ബാപ്പയാവും? നിങ്ങളൊക്കെ എന്ത് നിയമവും നീതിയുമാണ് ഈ പറയുന്നത്? മൊഴി ചൊല്ലിയപ്പോ മരിച്ചത് ഉമ്മയുടെ ഭർത്താവാണ്. എന്റെ ബാപ്പ എന്നും എനിക്ക് എന്റെ ബാപ്പയല്ലേ? അത് ശരിയാണ്. അത് വേറൊരു ക്വസ്റ്റ്യൻ പേപ്പർ. വല്യപ്പോ ഒന്നും മിണ്ടാതിരിക്കും. ഇവളെ കാണാൻ ഇങ്ങോട്ട് വരാത്ത ബാപ്പയുടെ അടുത്തേക്ക് ഇവളും പോകണ്ട. അങ്ങനെ പറ, അതാണ് എന്റെ ശരി. ഒരു പാലം കിട്ടി അങ്ങോട്ട് ചെന്നും കിടക്കണമല്ല, വൺ വേ ട്രാഫിക് ആയിട്ട് ഇങ്ങോട്ട് ബന്ധമുണ്ടാ? ഇപ്പൊ ആരടാ? എന്റെ പഠിച്ചോനെ, ഇതെന്തൊരു വിധി! പെണ്ണ് വിഷമിച്ചാണല്ലേ പോയിരിക്കണേ? കുറച്ച് വിഷമിക്കട്ടെ. ഞാൻ ഇതേ കുറെ തിന്നതാ. എന്റെ അനുഭവം എന്റെ മൂക്ക് വരാൻ പാടില്ല. അത് പാടില്ല. പെണ്ണുങ്ങളാവുമ്പം ഇത്തിരിക്കൊന്ന് വിഷമിക്കുന്നതും നല്ലതാണ്. ഐഷത്താത്ത, ഐഷത്താത്ത വിളിച്ചോ? വിളിച്ച്. സൈരയുടെ ബാപ്പ ജയിലിൽ നിന്ന് വന്നിട്ടുണ്ടെന്ന്. ഒരു കൊല നടത്തിയ ആളാ. അടുത്ത പുറപ്പാട് എന്താണെന്ന് പടച്ചവന് മാത്രമേ അറിയാവൂ. എനിക്ക് വല്ലാതെ പേടി തോന്നുന്നു. അങ്ങനെയൊക്കെ പേടിച്ചാലോടി? ഇതെന്ന് വെള്ളരിക്കപ്പെട്ടില്ല. സിലോണി വെച്ച് എത്ര ഗൂർഖാസിനെ നമ്മൾ അടിച്ചു മലത്തിരിക്കുന്നേ. ചൊണയുണ്ട്, ഇങ്ങോട്ട് വരാൻ പറ. ഇവനാരടാ? വല്ലിപ്പ ഇപ്പൊ വീരവാദമൊക്കെ പറയും. ആ മനുഷ്യന്റെ നിഴല് കണ്ടാല് അപ്പൊ അകത്തേറി ഒളിക്കും. നീ നമ്മളെങ്ങനെ നനഞ്ഞ പഴം തുണിയൊന്നും ആക്കണ്ട. ഇന്നിത്തിരി ഡൗൺ ആയെങ്കിലും ഒരു കാലത്ത് 4 പേരുടെ മുമ്പിൽ നിന്റെ വല്യപ്പ ഒരു ബീരപ്പ തന്നെയായിരുന്നു. സിലോണി വെച്ച് നല്ല വെളുത്ത് ചുമന്ന നീഗ്രോസ് ഉണ്ടല്ലോ, നമ്മളെ കണ്ട വഴി മാറിപ്പോവും. പിന്നല്ലേ നിന്റെ എക്സ് ഹസ്ബൻഡ്. അതെങ്ങനെയെങ്കിലും ആകട്ടെ. ഐഷത്താത്ത, ഞാൻ പറയണ കേക്ക്. ഞാനും വല്യപ്പയും കൂടെ ബാപ്പയൊന്ന് കാണാൻ പോകുന്നു. നാളെ കാലത്തെ തിരിച്ചു വരികയുള്ളൂ. രാത്രി സൈരയെ പ്രത്യേകം നോക്കിക്കോണം. ശരി മോളെ. സൈരന്റെ ബാപ്പയെങ്ങാനും വന്നാൽ ഞങ്ങൾ ആരും ഇവിടെ ഇല്ലാന്ന് പറയണം. ശരി, പറഞ്ഞോളാം. മൻസൂരെ, ഒരു സഹായം ചെയ്യാമോ? എന്താ? നാളെ ടെസ്റ്റ് പേപ്പറുള്ള ദിവസമല്ലേ? എത്ര ശ്രമിച്ചിട്ടും തലയിൽ ഒന്നും കയറുന്നില്ല. ഒന്ന് പറഞ്ഞു തരുമോ പ്ലീസ്? അതിനെന്താ, പുസ്തകം എടുത്തോണ്ട് വാ. ഞാൻ ഇനി പുസ്തകങ്ങളെല്ലാം കെട്ടിപ്പറക്കി ഇങ്ങോട്ട് കൊണ്ടുവരണോ? നമുക്ക് എന്റെ മുറിയിൽ നിന്ന് പഠിക്കാന്നേ. നേരാ മോനെ, നീ അങ്ങോട്ട് ചെല്ല്. നിനക്കറിയാവുന്നതൊക്കെ സൈറാക്കും പറഞ്ഞു കൊടുക്ക്. ശരി. എനിക്കിതാ മനസ്സിലാകാത്തത്. മൊയ്തീൻ കുഞ്ഞ് വിചാരിച്ച എന്ത് നടക്കുമെന്ന ഇക്ക പറയുന്നത്? ഒന്നും നടക്കില്ലെന്ന്. ഹാജി ആര് വിൽപ്പത്ര എഴുതി വെച്ചിരുന്ന സ്ഥിതിക്ക് ആര് തലകുത്തി മറിഞ്ഞ് സമ്മർ സാൾട്ട് അടിച്ചാലും ഒരു ചുക്കും നടക്കില്ലെന്ന് നമ്മള് പറഞ്ഞ ഇവക്ക് മനസ്സിലാവണ്ടേന്ന്. ജയിലിൽ പോയി വന്ന ആളാണ്. വീട്ടിൽ കയറി വന്ന് എന്താ ചെയ്യാൻ പാടില്ലാത്തത്? അതാണ് ഞമ്മക്ക് ഒരു പേടി. ഇപ്പം വന്നു കേട്ടപ്പോ മുതലേ ചങ്കിനൊരു കട്ടുകയപ്പ്. ഇക്കക്ക് പേടിയുണ്ടെങ്കിൽ അവിടെ താമസിക്കണ്ട, ഇങ്ങോട്ട് തിരിച്ചു പോരെ. സുഗറായ പേടിയുടെ കാര്യത്തെ പറ്റിയാണ് കരിമ നമ്മൾ പറഞ്ഞത്. ഞമ്മക്കാരും പേടിയില്ല. കൊമ്പനാനം വരുന്നു എന്ന് കേട്ടാ പോലും ഞമ്മള് കാലുമടക്കി അടിക്കും. അത് വേറെ കാര്യം. ഇപ്പൊ ആരാണ്? അങ്ങനെ ആരും ഭയപ്പെട്ട് കഴിയണ്ട. വേണമെങ്കിൽ കുറച്ചു ദിവസം ഞാനിവിടെ വന്ന് താമസിക്കാം. അത് കൊള്ളാം. കുറച്ചു കാലം ബിസിനസ് എല്ലാം നോക്കാൻ ആരെങ്കിലും ഏർപ്പാട് ചെയ്തിട്ട് നീ ഇവിടെ വന്ന് പാർക്ക്. ഒന്നുമില്ല, നമ്മൾ ജയശാലിയന്മാരല്ലേ. നമുക്ക് പല കളിയും തമാശയൊക്കെ പറഞ്ഞ് അങ്ങനെ കൂടുകയും ചെയ്യാം. ഇവളുടെ പേടിയും മാറും. കുറച്ചു നാളായി
വേറൊരു കാര്യം ഞാൻ ആലോചിക്കുകയാണ്. 3-4 കുടുംബക്കാരുമായിട്ട് സംസാരിച്ചും വെച്ച് അതിൽ ഏതെങ്കിലും ഒന്ന് തീർച്ചപ്പെടുത്തി സൈനയുടെ കല്യാണം ഉടനെ നടത്തണം. നീ നമ്മളെ ഓൺ ബ്രദേഴ്സ് തന്നെടാ. നിന്റെ ഐഡിയാസ് ആണ് നമ്മുടെ ഐഡിയാസ്. എനിക്കും ഇത് ഇഷ്ടമാണ് ബാപ്പ. സൈര പഠിച്ചത് മതി. മൻസൂർ ഇത്രയ്ക്ക് അരസേനാണോ? ഇങ്ങനെ ഉറക്കം തൂങ്ങി ഞാൻ കണ്ടിട്ടേ ഇല്ല. ഇത്രയും സമയം ഉറക്കം വെച്ച ശീലമില്ല. ഇനി നാളെ രാവിലെ പഠിക്കാം. രാവിലെ വേറെ പലതും വായിക്കാനുണ്ട്. ഇന്നത് പഠിക്കാതെ കിടക്കാൻ പറ്റില്ല. എങ്കിൽ സൈര തനിച്ചിരുന്ന് പഠിച്ചോളൂ. ഞാൻ ഉറങ്ങാൻ പോണു. ഏറിയാൽ 12 മണി വരെ. 1 hour more പ്ലീസ്. 12 മണി വരെയല്ലേ? സാറില്ലട മോനെ, പറഞ്ഞു കൊടുക്ക്. എന്താ മോനെ, ഉറക്കം തൂങ്ങാണോ? ഉമ്മയോട് അപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഉറക്കം വെച്ച ശീലമില്ലെന്ന്. കുറച്ച് എണ്ണ തലയിൽ വെച്ച് കൂടി, അപ്പൊ ക്ഷീണമൊക്കെ മാറും. മൊയ്തീൻ കുഞ്ഞ് ജയിലിൽ നിന്ന് വന്ന് 2 മാസമായിട്ടും അങ്ങോട്ട് കാണാതായപ്പോ നമ്മളിങ്ങോട്ട് അന്വേഷിച്ചിറങ്ങിയതാ. പിന്നെ അമ്മായി മരിച്ച വിവരം എല്ലാം അറിഞ്ഞു കാണുമല്ലോ. പറഞ്ഞു. എന്നിട്ട് നീ അവിടെ വരെ ഒന്നും വന്നില്ലല്ലോ. ഇത് നല്ല തമാശ. അളിയൻ വന്നാൽ ഉമ്മാന്റെ ആഴ് തിരിച്ചു കിട്ടു. ഈ ബാപ്പാക്ക് എന്തറിയാ? കുന്തറിയാ. ഉണ്ടല്ലടാ ചെയ്താനെ. ഒരു വെട്ടി നമ്മൾ വെച്ചെന്നാലുണ്ടല്ല, കുറുവാപ്പനന്റെ കൈത്ത് കണ്ടിക്കണ പോലെ 2 കസനമായിപ്പോ നമുക്ക്. അപ്പൊ നമ്മൾ ആ കശനെടുത്തോണ്ട് പോയി പൊരിച്ചിരുന്നു ഇല്ലല്ലയാ? അതിരിക്കട്ടെ, മാമാക്ക് ഇപ്പൊ കച്ചവടമൊന്നുമില്ലേ? ആരെ കൊണ്ടാവും മോനെ ഈ സൈക്കിളും ചവിട്ടി നാട് മുഴുവൻ നടക്കാൻ? വയസ്സും പ്രായം ആയില്ലേ? എങ്കിൽ മൂസ വെറുതെ നടക്കല്ലേ, അവൻ ചെയ്യട്ടെ. കല്ലോ മീൻ കച്ചോടാ. അതിന് വേറെ ആലോചിക്കാ മതി. നിനക്ക് ആക്ഷേപമാ? ഇത് നല്ല തമാശ. ആക്ഷേപമാണോ എന്നാ? ഐസിലിട്ട മീൻ വിൽക്കണാനായിട്ട് നാട്ടുകാർ ബാപ്പാനെ വിളിക്കുന്ന പേരെന്താന്നറിയാ? ഐസ് വീരാൻ കുഞ്ഞിന്ന്. നീ പേര് ഞമ്മക്കും കിട്ടണ, അതിന് മൂസാനെ കിട്ടൂല. അല്ലെങ്കിലും മരിക്കാൻ നേരത്ത് ഈ മോന്റെ ഇന്ന് 1 ഇറ്റ് വെള്ളം കിട്ടുമെന്നുള്ള ആശ നമുക്കില്ല. ദാഹിച്ചും മോഹിച്ചും നേർന്നും കിട്ടിയ ഹാമുക്കിന്റെ വർത്തമാനം കേട്ടില്ല. അവൻ എന്തിനാ വെറുതെ കുറ്റം പറയുന്നേ? ബാപ്പയും ഉമ്മയും അവനെ വളർത്തിയതിന്റെ ദോഷമായി ഇതൊക്കെ. ഇതങ്ങനെ പറ. ഇത്താത്താക്ക് വിവരവും വെള്ളിയാഴ്ചയുണ്ട്, ഈ ബാപ്പാക്ക് അതില്ല. ആ, ഇനി എന്താണ് മൊയ്തീൻ കുഞ്ഞിന്റെ പരിപാടി? എന്ത് പരിപാടി? ഇങ്ങനെയൊക്കെ കഴിയണം എന്ന് പറഞ്ഞാ പറ്റുമോ? ഒരു പെങ്കിടാവുള്ളത് പിടിപിടിന്നല്ലേ വളർന്നു വരുന്നത്, അതിനെ കെട്ടിച്ചയക്കണ്ടേ? അതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാകുമ്പോ അതങ്ങ് നടക്കും. ഇത് നല്ല തമാശ. എന്നേക്കാളും 8-10 വയസ്സിന് താഴെയാണ് ഷഹീദ. അവരെ കെട്ടിച്ചയക്കാനാണ് ബാപ്പാക്ക് തിടുക്കാം. കെട്ടുപ്രായം കഴിഞ്ഞ് മുരടിച്ചിരിക്കാൻ നമ്മുടെ കാര്യം നോക്കാൻ ഈ ദുനിയാവിൽ ആരുമില്ല. ഈ ബാപ്പാക്ക് എന്തറിയാം? കുന്തറിയാം. നമുക്ക് ദുർവാശി പിടിച്ചാലോ സൈര? എങ്ങനെ നോക്കിയാലും നമുക്കൊത്തണങ്ങി പോകുന്ന ഒരു കല്യാണാലോചനയാണ് വല്ലിപ്പോ കൊണ്ടുവന്നിരിക്കുന്നത്. അല്ലെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. പിന്നെന്തേ നീ ഇത് വേണ്ടെന്ന് പറയേ? നോക്ക്, എനിക്ക് പ്രായമായി. എന്റെ കാലശേഷം ഇതൊക്കെ അന്വേഷിക്കാനും മറ്റാരുണ്ട്? എടാ കരീമേ, നീ നമ്മളെ അനുശന. നിന്റെ കാലശേഷവും നമ്മൾ ജീവിച്ചിരിക്കും. എന്നാലും കല്യാണം നടത്തിച്ചുള്ള എക്സ്പീരിയൻസ് നമുക്കുണ്ടോടാ മോനെ? മോളെ, നീ ഒരു ജയിൽപ്പുള്ളിയുടെ മോളാ, അത് നീ മറക്കണ്ട. തറവാട്ടി പെടുന്ന ഒരു ചെറുക്കനും നിന്നെ കെട്ടൂല്ല. ഇക്കൊന്നും മിണ്ടാതിരിക്കെ. അതൊന്നും പറഞ്ഞ് അവളെ വിഷമിപ്പിക്കല്ലേ. അല്ലോ, അതിന് ഞമ്മ എന്ത് പറഞ്ഞു? ഈ ക്ലൈമറ്റിൽ നേര് പറയാനും പാടില്ലേ? ഇപ്പനാരടാ ഇക്ക ഗുസ്തി കാണാൻ പോണെന്ന് പറഞ്ഞിട്ട് പോകുന്നില്ലേ? പടച്ചോനെ, ഇതിനേക്കാൾ ഇമ്പോർട്ടന്റ് വിഷയം നമ്മളങ്ങ് മറന്ന് വമ്പിച്ച ഘാട്ടാ ഗുസ്തിയാ. അപ്പൊ നിങ്ങൾ സംസാരിക്കേ, നമ്മൾ പോയിട്ട് വരാം. നീ ഒന്നുകൂടി ആലോചിക്കൂ സൈര. നിങ്ങൾക്കൊക്കെ എന്റെ വിവാഹം നടത്തിയേ ഒക്കുമെന്ന് നിർബന്ധമാണെങ്കിൽ മുഴുവനും പറ. എനിക്ക് ഇഷ്ടപ്പെട്ട ആളെ വിവാഹം കഴിക്കാൻ എന്നെ അനുവദിക്കണം. ഇഷ്ടപ്പെട്ട ആളോ? അതാരേ? എന്താ ഒന്നും മിണ്ടാത്തത്? ആരെയും നീ പറ. മൻസൂർ. എന്ത് പറഞ്ഞേ? ഇവിടുത്തെ ഉപ്പും ചോറും തിന്ന് വളർന്ന് കാൽക്കാശിന് വഴിയില്ലാത്ത തെണ്ടിയല്ലാതെ മറ്റാരെയും കണ്ടില്ലല്ലേ?
എന്താ മനുഷ്യല്ലായിരിക്കും എന്ത് പറഞ്ഞേ നിന്നെ കൊന്നാളെ ഒറ്റയ്ക്കായോ സുഹറ, മാറി നിൽക്ക്. അവളെ തലയിൽ നിന്ന്. സൈര. സൈര. മോളെ, ഉമ്മ നിന്നെ അടിച്ചതിൽ ഇത്ര വിഷമിക്കാൻ എന്താണ് മോളെ ഉള്ളത്? എനിക്ക് വിഷമമൊന്നുമില്ല, അടിച്ചോട്ടെ, എന്നെ കൊന്നോട്ടെ. അങ്ങനെയൊക്കെ പറയല്ലേ മോളെ. കല്യാണം കഴിഞ്ഞതിന് ശേഷം നിന്റെ ഉമ്മ സന്തോഷം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. നിന്നെ ചൊല്ലി മാത്രമാണ് ഇപ്പോഴും അവൾ ജീവിക്കുന്നത്. ആ ഉമ്മയെ ഒരിക്കലും നീ വേദനിപ്പിക്കരുത് മോളെ. അതിന് ഞാൻ എന്ത് ചെയ്യാനാ? മൻസൂറിനെ നീ മറക്കണം. എനിക്ക് അതിന് കഴിയില്ല മോളെ. മൻസൂറിനേക്കാൾ യോഗ്യനായ തറവാട്ടുകാരനായ ഒരു പയ്യനെ എന്റെ മോക്ക് കിട്ടും. പക്ഷെ അയാൾ എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ ബാപ്പയാവില്ല. എന്ത്? അതെ വല്ലുപ്പ, ഞാനൊരു ഉമ്മയാവാൻ പോവാണ്. നിന്നെ ചോറിന് നന്ദി കാണിക്കാത്ത പെണ്ണി, നിന്നെ കൊല്ലടാ, കൊല്ലും. ഈ നേരത്തൊരു പോലെ എനിക്ക് വേണ്ട. ഈ നേരത്തെ ഒരു പോക നിനക്ക് തന്നല്ലോ. അടിക്കില്ലേ? അവന് കുറെ ദേഹത്തിന് ഒലിപ്പിച്ചുകൊണ്ടൊന്നും കാര്യങ്ങൾക്ക് പരിഹാരമാവില്ല. എന്ത് ചെയ്യാം വിഷമത്താത്ത? ഉടയ തമ്പുരാൻ വിധിക്കുന്നതെല്ലാം അനുഭവിച്ചേ പറ്റൂ. ഞങ്ങൾക്കിനി ആരുണ്ട്? എന്നെ കൊണ്ടാവുന്ന വിധത്തിൽ ഞാൻ സഹായിക്കാം. ഇവൻ ഇഷ്ടമുള്ളിടത്തോളം ഇവൻ പഠിക്കട്ടെ, ഞാൻ പണം ചിലവാക്കാം. സുഹറ, ഞാൻ പറയുന്നു നിങ്ങൾക്ക്. ബാപ്പ പറ. സൈര ഗർഭിണിയാണെന്നുള്ള കാര്യം മറക്കരുത്. നാട്ടുകാരെ വിവരം അറിയും മുൻപ് ഇതിനൊരു പരിഹാരം കാണണം. മൻസൂറിനെ അവളെ നിക്കാഹ് ചെയ്തു കൊടുക്കണം. എന്റെ റബ്ബേ, കരഞ്ഞിട്ടും പിഴിഞ്ഞിട്ടും ഒരു കാര്യമില്ല. കാര്യം വേഗം നടത്തണം. ഇക്കാര്യത്തില് ഒരു കുഞ്ഞിന്റെ അടുത്ത് നമ്മൾ പോവില്ല. പിന്നെ ഞാൻ പോകണമെന്നാണോ? സൈര ഗർഭിണിയാണെന്നുള്ള വിവരം ഇക്കയെ അറിയിക്കാനും പറ്റില്ല. നാട് മുഴുവൻ പറഞ്ഞിട്ട് കിടക്കും. വേറെ എന്താണ് ഒരു ഭയം? എന്റെ ബാപ്പയുടെ പ്രായമുണ്ട് നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഞാൻ ഒരു മറുപടി പറഞ്ഞനെ. നമ്മളോട് തട്ടിക്കേറിട്ട് എന്ത് കാര്യം? സുഹൃ പറഞ്ഞു അയച്ചത് നമ്മൾ ഇവിടെ വന്ന് പറഞ്ഞ് പോസ്റ്റുമായി എഴുത്തുകൊണ്ടിരുന്ന പോലെ. എന്നെ ഈ നിലയിലെത്തിച്ച ആ കള്ളമുസ്ലിയാരുടെ മകനെ കൊണ്ട് എന്റെ മകളെ കല്യാണം കഴിപ്പിച്ച് എന്നോട് പകവീട്ടാണല്ലേ അവരുടെ ഉദ്ദേശം. മൊയ്തീൻ കുഞ്ഞിന്റെ വാദത്തിൽ ന്യായമുണ്ട്. പക്ഷെ സൈരമോളും മൻസൂറും തമ്മി ഇത്തിരി അടുപ്പത്തില. ആ ചെറുക്കനെ അല്ലാതെ വേറെ ആരെയും കെട്ടില്ല എന്നാണ് ആ പെണ്ണിന്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ. എങ്കിൽ ഉമ്മയും മോളും നടത്തട്ടെ, എന്നെ തന്നെ കേൾക്കണ്ട. നിങ്ങൾ വേണ്ടാത്ത വിചാരങ്ങളുമായി നടന്ന് ഇല്ലാത്ത പൊല്ലാപ്പുകളൊന്നും വരുത്തി കൂട്ടണ്ട. സൈരയുടെ കല്യാണം അവരുടെ ഇഷ്ടം പോലെ തന്നെ നിങ്ങൾ പോയി നടത്തി കൊടുക്കണം. അങ്ങനെ പറ, അതാണ് ന്യായം. എന്ത് ന്യായം എന്ന് പറഞ്ഞാ അത് ഒരു 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 അവരെങ്ങനെ വിവരം അറിയിക്കും ഓടിച്ചെല്ലാൻ ഞാൻ അവരുടെ വളർത്തുപറ്റിയൊന്നുമല്ല. സൈരയുടെ ബാപ്പയാണ് നിങ്ങള്. അവളെ നിക്കാഹ് ചെയ്ത് കൊടുക്കേണ്ടതും നിങ്ങൾ തന്നെയാണ്. ആണോ? അങ്ങനെ ഒരു ചുമതല ബാപ്പയ്ക്കുണ്ടല്ലേ? ഉണ്ടല്ലോ. അതല്ലേ നമ്മൾ തേർഡ് പേഴ്സണായിട്ട് ഇവിടെ ഇന്റർവ്യൂവിന് വന്നത്. എങ്കിലേ മൊയ്തീൻ കുഞ്ഞ് ഞാനാണേല് മൊയ്തീൻ കുഞ്ഞ് നിശ്ചയിക്കണ തെക്കന് തന്നെ എന്റെ മകളെ നിക്കാഹ് ചെയ്ത് കൊടുക്കുമെന്ന് നിങ്ങളെ എന്ന് പറഞ്ഞേക്ക്. പടച്ചോനെ ഓർത്ത് നിങ്ങൾ ഇങ്ങനെ വാശി പിടിക്കല്ലേ. ആ പെൺകൊച്ചിന്റെ ജീവിതം നശിപ്പിക്കരുത്. എടീ, വർഷങ്ങളോളം ഞാൻ ജയിലിൽ കിടന്നു. എന്റെ കേസ് നടത്താൻ വേണ്ടി എന്റെ ബാപ്പയുടെ സ്വത്തിന്റെ ഒരു അംശം ചെലവാക്കിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ ജയിലിൽ കിടന്ന് നിറയിക്കില്ലായിരുന്നു. നിനക്കറിയാമോ? നിങ്ങളെ ഒന്ന് പറഞ്ഞേക്കാക്ക, സൈറ എന്റെ രക്തത്തിൽ പിറന്ന പെണ്ണാണേല് ഞാൻ നിശ്ചയിക്കുന്ന ചെറുക്കന് തന്നെ ഞാൻ അവളെ നിക്കാഹ് ചെയ്ത് കൊടുക്കുമെന്ന്. അങ്ങനെ ആരുടെയും കാല് പിടിച്ച് കല്യാണം നടത്തണ്ട, അല്ലാതെ തന്നെ നടക്കുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അതാണ് നമ്മളും പറയുന്നത്. വേണ്ടി വന്ന ഒരു വേൾഡ് ബാർ തന്നെ നടത്തും. എന്നാലും വിട്ടുകൊടുക്കുന്നത് ഒരു 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 ഡിഫിക്കൽട്ടീസ് ആണ്. ഇക്കൊന്നും മിണ്ടാതിരിക്കെ. ഇതൊന്നും അത്ര എളുപ്പമുള്ള കാര്യമല്ല. ബാപ്പ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ബാപ്പ തന്നെ നിക്കാഹ് ചെയ്ത് കൊടുക്കണമെന്നല്ലേ മുസ്ലിം നിയമം. അതാണ് വേറൊരു ഏനക്കേട്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഒരു ബാപ്പ അതിന് തയ്യാറായില്ലെങ്കിൽ ജീവിത അവസാനം വരെ ഒരു മകള് കല്യാണം കഴിക്കാതെ നരകിച്ച് മരിക്കണമെന്നോ?
മനസ്സിലായില്ലല്ലോ. ഞാൻ ബാപ്പയെ കാണാൻ വന്നതാണ്. ഞാനിവിടെ നിന്നോളാം അമ്മ. ഷഹീദ, ഷഹീദ, വരൂ. ഞങ്ങൾ തമ്മിലുള്ള വിവാഹത്തിന് ഷഹീദ ബാപ്പയെ പറഞ്ഞ് സമ്മതിപ്പിക്കണം. അതത്ര എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നില്ല സൈര. ഷഹീദ എന്നെ കൈവിടരുത്. പുറത്തറിയുന്ന നാണക്കേടാണ്. ആരോടും പറയില്ലെങ്കിൽ ഞാനൊരു സത്യം തുറന്നു പറയാം. എന്താണ്? ഞാൻ ഗർഭിണിയാണ്. സൈര സമാധാനമേ ഇരിക്കും. മൻസൂറുമായുള്ള നിന്റെ നിക്കാഹ് നടക്കും. ഉടയതമ്പുരാൻ നടത്തും. ഷഹീദ വേണം എന്റെ കയ്യിൽ മൈലാഞ്ചിയുടെ. ശരി. നിനക്ക് എന്റെ മോൾ സൈറാനെ നിക്കാഹ് കഴിക്കാൻ ഇഷ്ടാണോന്ന്? നീ എന്താണ് ഒന്നും മിണ്ടാത്തത്? നിന്നോടല്ലേ ചോദിച്ചത്? പുയ്യാപ്പിള എന്തിനാണ് ഇവനോട് ചോദിക്കണത്? പിടിച്ചിരുത്തി ഞങ്ങൾ നിക്കാഹ് കഴിച്ചോട്. ഇവനല്ല ഇവന്റെ ഉപ്പുപ്പാക്ക് തീർക്കാനാവൂല. മാമാ നിൽക്ക്. മൂസ എന്താണെന്നും മിണ്ടാത്തത്? അളിയൻ വെറുതെ എന്നെ അളക്കുവന്നല്ല. എന്തിനളക്കടവിട? നിനക്ക് സമ്മതമാണെ തുറന്നു പറ. സാറേ ഇന്ന് തന്നെ നിനക്ക് ഞാൻ നിക്കാഹ് ചെയ്തു തരും. ഓ എന്റെ റബ്ബേ, എന്താണ് ഞാൻ ഈ കേക്കണത്? ഓ എന്റെ അളിയാ, പൊന്നാരളിയാ. അളിയനാണ് എന്റെ പൊന്നാരളിയൻ. അളിയനെ ഞാനൊന്ന് കെട്ടിപ്പിടിച്ച് മൊത്തട്ടെ. നാളെ കാട്ടല്ലേ മാറി നിൽക്കണേ നമുക്ക്. അവന് മുരിച്ചി പ്രാന്ത നമുക്ക്. പിന്നൊരു കാര്യം, സയറായ മാത്രമേ നിനക്ക് കിട്ടൂ. അവളുടെ പേരുള്ള സ്വത്ത് മരണം വരെ നീ ആശിച്ചു പോരുത്. സമ്മതിച്ച്. നമുക്ക് സ്വത്തും വേണ്ട, പണവും വേണ്ട, സ്വർണവും വേണ്ട. സൈരാനെ മാത്രം, സൈരാനെ മുഴുവനോടെ നമുക്ക് നിക്കാഹ് ചെന്നാ മതി. അപ്പൊ മാമ, ഞാൻ പോയി മുസ്ലിയാരെ സാക്ഷികളെ വിളിച്ചോണ്ടിരാം. സബീനെയും ഷഹീരെയും കൂടെ വിളിച്ചോ. വേണ്ട. ഇവിടെ വാടാ നമുക്ക്. ഒരു പെണ്ണിനെ കിട്ടാന്ന് വെച്ചപ്പോ അവന് ബോധക്കേടായി പോയി. സ്വത്ത് തരാൻ പറ്റൂല്ലെങ്കിൽ എന്തിനാ പിന്നെ നിക്കാഹിന് സമ്മതിച്ചത്? ബാപ്പാക്ക് സ്വത്ത് കിട്ടാഞ്ഞിട്ട് ഞമ്മക്ക് ഈ ബാപ്പാക്ക് എന്തറിയാ, കുന്തം അറിയാ. മൊയ്തീൻ കുഞ്ഞിന്റെ വേലത്തിന് ഞമ്മ അടുത്ത് നടക്കൂല. നിയമം കുറച്ചൊക്കെ വീരാനിക്കും അറിയാം. നിക്കാഹൊന്ന് നടന്നോട്ടെ. പിന്നത്തെ കളിയല്ലേ കളി. സൈര പറഞ്ഞ് വിവരങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു. എനിക്കൊരു അബദ്ധം പറ്റി ഷഹീദ. സൈര എന്റെ അനിയത്തിയാണ്. മൻസൂറാണ് ഇനി അവൾക്ക് ധൈര്യം കൊടുക്കേണ്ടത്. നിങ്ങളുടെ വിവാഹം നടക്കാൻ പടച്ചവനോട് ഞാനും പ്രാർത്ഥിക്കാം. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. അസ്സലാമു അലൈക്കും. വാലേക്കും അസ്സലാം. അല്ല, ഇതെന്താണ് പതിവില്ലാത്ത പോലെ എല്ലാരും കൂടി ഇങ്ങോട്ടൊരു ബൈയാത്ര? ഇങ്ങോട്ട് വരാൻ പാടില്ലായിരിക്കും എന്ന് നമ്മൾ പറഞ്ഞില്ല. വീട്ടുമര്യാദ അനുസരിച്ച് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ചു എന്ന് മാത്രം. ഏതായാലും വന്ന കാര്യം നിൽക്കാതെ ഇങ്ങോട്ട് കയറി കുത്തിരിക്കും. സർക്കാരെ കൊള്ളാം. സ്വന്തം വീട്ടിൽ കയറിയിരിക്കാൻ അന്യനൊരുത്തന്റെ അനുവാദം വേണം. പുയ്യാപ്പിളക്കല്ലാതെ ഇങ്ങനൊരു ഗതികേട് ഈ ദുനിയാവിൽ ആർക്കെങ്കിലും ഉണ്ടാവും? ഈ ബാപ്പാന്റെ നാക്കിന് പാമ്പാടന്റെ നീളമുണ്ട്. അതൊന്ന് ചുരുട്ടി മടക്കി വായിൽ ഒതുക്കി വെക്കും മര്യാദക്ക്. ഈ ബാപ്പാക്ക് എന്തറിയാ, കുന്താവപ്പ. നിർത്തടാ ഹിമാറ, നമ്മളെ മര്യാദ പഠിപ്പിക്കാൻ വന്നിരിക്കുന്നു. മൈദീൻ കുഞ്ഞെ, വന്ന കാര്യം നടക്കട്ടെ. സയറായുടെ ഉമ്മ ഒന്ന് കാണണം. അവിടെ ഇവിടെ ഇല്ലല്ലോ, പുറത്തേക്ക് പോയി. സയറ എവിടെ? എല്ലാരും കൂടി രാവിലെ 7:30 പോയതാണ്. ഇപ്പൊ സമയം 11:30 ആയി. അവരെക്കകത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇംഗ്ലീഷിൽ പറഞ്ഞിട്ട് കാര്യമില്ല, അവരെവിടെ പോയി കൂടി പറയും. അത് നമ്മൾ എങ്ങനെ അറിയും? അവര് വരുമ്പോ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് പറയാം. ആ, അതെ അവര് വരുന്നേ.
മൊയ്തീൻ കുഞ്ഞോ? ഇവരൊക്കെ എപ്പോ വന്നേക്കാ? കഷ്ടിച്ച് 5 മിനിറ്റിലായിക്കാണ്. കേറിയിരിക്കാൻ പറഞ്ഞില്ലേ? ഞങ്ങൾ നിങ്ങളുടെ സൽക്കാരത്തിനൊന്നും വന്നതല്ല. ഞങ്ങൾ സൈറാനെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാണ്. ഞങ്ങളെന്ന് പറഞ്ഞാല് അവളുടെ ബാപ്പയും ഭർത്താവും. ഭർത്താവോ? എന്താ അർത്ഥം മനസ്സിലായില്ലേ? ഈ നിൽക്കുന്ന മൂസ സൈറായെ ഞാൻ നിക്കാഹ് ചെയ്ത് കൊടുത്ത പുരുഷൻ. പുരുഷൻ? നിങ്ങൾ നിക്കാഹ് ചെയ്തു കൊടുത്ത പുരുഷൻ? അപ്പോ ഈ നിൽക്കുന്ന പുരുഷന് അവനും അവളെ വിവാഹം ചെയ്തതാണ്. ബാപ്പ ജീവിച്ചിരിക്കെ അയാൾ അറിയാതെ മോളുടെ നിക്കാഹ് എങ്ങനെ നടക്കും? മോളെ നിക്കാഹ് അയച്ചു കൊടുക്കാൻ ബാപ്പാക്കല്ലാതെ വേറെ ആർക്കാണ് അവകാശം? നിന്നെ ഒരു റൂളും റെഗുലേഷനും ഞമ്മക്കും ചോദിക്കാനുണ്ട്. ബാപ്പ മനഃപൂർവ്വം നിക്കാഹ് കഴിച്ച് കൊടുക്കൂല എന്ന് ഭാഷ പിടിച്ചാല് മാപ്പിളക്ക് പെണ്ണിന്റെ കൂടെ പുറക്കാനൊക്കെയല്ല. അതാണ് ഇസ്ലാമിക് നിയമം. നിയമം ഞങ്ങൾക്കറിയാം. അവൾക്ക് ഇഷ്ടപ്പെട്ട പുരുഷനെ നിക്കാഹ് ചെയ്ത് കൊടുക്കാൻ അവളുടെ വാപ്പ തയ്യാറായപ്പോൾ പ്രായപൂർത്തിയായ അവൾ രജിസ്ട്രാഫീസിൽ വെച്ച് അവളുടെ കല്യാണം നടത്തി. സംശയമുണ്ടെങ്കിൽ ഇതൊന്ന് വായിച്ചു നോക്കണം. വിവാഹം കഴിഞ്ഞാണ് ഞങ്ങൾ വരുന്നത്. നീ എന്താണ്ടാ തരിച്ചു നിൽക്കുന്നത്? മൊയ്തീൻ കുഞ്ഞെ, ഇതിനെന്തെങ്കിലും ഒരു വഴിയുണ്ടോ നമുക്ക് നോക്കാം. ബാ. നീയും വേണോ നമുക്ക്? ദേവൻ, ബാബാ, പോലീസ് വരുന്നു. ആരാണ് ഈ സൈര? എന്റെ പേരക്കുട്ടിയാണ്. എന്താണ് സാർ? ആ കുട്ടിയെ അബലാമന്ദിരത്തിൽ താമസിപ്പിക്കാൻ കോടതി ഉത്തരവുണ്ട്. കോടതി ഉത്തരവോ? അബലാമന്ദിരത്തില? എന്റെ പടച്ചോനെ! എന്താ കാര്യം? ഇതാ, നിങ്ങൾ തന്നെ വായിച്ചു നോക്കണം. സൈര മേപ്പടി മൻസൂറിന്റെ കൂടെ ഒരു ദിവസമെങ്കിലും താമസിക്കാൻ ഇടയായാൽ അവർ തമ്മിൽ ശാരീരികമായി ബന്ധപ്പെടാൻ ഇടയുള്ളത് കൊണ്ട് ഈ കേസിന് തീർപ്പുണ്ടാകുന്നതുവരെ സൈരയെ അബലാമന്ദിരത്തിൽ താമസിപ്പിക്കാൻ കോടതി ഉത്തരവിടുന്നു. ഈ മൊയ്തീൻ കുഞ്ഞ് തോക്കണമെങ്കിൽ അവൻ മയ്യത്താകണം. ബാപ്പയെ കണ്ട് സങ്കടം പറയാൻ സൈര ഇവിടെ വന്നതാണ്. സ്വന്തം മകളോട് ബാപ്പ ഇത്രയ്ക്ക് ക്രൂരത കാണിക്കാൻ പാടില്ലായിരുന്നു. സൈരയെ ബാപ്പ കഴുത്തഞ്ഞിരിച്ച് കൊന്നിരുന്നെങ്കിൽ ഇതിലും എത്രയോ ഭേദമായിരുന്നു. നീ ആരോട് എത്ര കയർത്ത് സംസാരിക്കണേ? ബാപ്പയോട്. ഉമ്മ കാര്യത്തിൽ ഇടപെടരുത്. നിനക്കെന്തോ ചീത്തക്കാരൻ വരുന്ന ലക്ഷണമുണ്ട്. ബാപ്പയുടെ ശ്വാസമേറ്റിട്ടുള്ള ആർക്കാണ് ഇതുവരെ നല്ല കാലം ഉണ്ടായിട്ടുള്ളത്? ബാപ്പയെ സ്നേഹിച്ചിട്ടുള്ള ആർക്കെങ്കിലും കണ്ണീരും നൊമ്പരവും അല്ലാതെ മറ്റെന്തെങ്കിലും പകർന്നു കൊടുക്കാൻ ബാപ്പയ്ക്ക് സാധിച്ചിട്ടുണ്ടോ? ബാപ്പയെ ചൊല്ലിയാണ് ഉപ്പുപ്പ ആയുസത്തിന് മുമ്പ് മരിച്ചത്. ബാപ്പയെ സ്നേഹിച്ചു പോയി എന്ന ഒറ്റ കാരണത്താൽ ഈ ഇരിക്കുന്ന സ്ത്രീ കുടിച്ചുകൂട്ടിയിട്ടുള്ള കണ്ണീരിനും അനുഭവിച്ചിട്ടുള്ള കഷ്ടപ്പാടുകൾക്കും കഴിയും കണക്കുണ്ടോ? ബാപ്പ നിക്കാഹ് ചെയ്ത മറ്റൊരു സ്ത്രീയുടെ അനുഭവം മറിച്ചൊന്നുമല്ല. ബാപ്പയുടെ മക്കളായി പിറന്നു പോയതിനാൽ ഞാനും സൈര്യയും സഹിക്കേണ്ടി വന്നിട്ടുള്ള അപമാനവും തിന്നു തീർക്കേണ്ടി വന്നിട്ടുള്ള നൊമ്പരവും കുറച്ചു വല്ലതുമാണോ? നിർത്തല പറഞ്ഞത്. ബാപ്പ, ഞാൻ ബാപ്പയുടെ കാല് പിടിച്ച് അപേക്ഷിക്കുകയാണ്. സൈര്യയെ അവളുടെ വഴിക്ക് വിടണം. അവളുടെ ജീവിതത്തിൽ ബാപ്പ തലയിടരുത്. അത് ഞാൻ തീരുമാനിച്ചോളാം. മകൾക്ക് തേടിപ്പിടിച്ച ഒരു ബന്ധുത, അല്പമെങ്കിലും വിദ്യാഭ്യാസമോ ജീവിക്കാൻ ആവശ്യമായ തൊഴിലും ഇല്ലാത്ത ഒരുത്തിന് മകളെ നിക്കാഹ് ചെയ്ത് കൊടുത്തത് ബാപ്പയ്ക്ക് പണത്തോടുള്ള ആഗ്രഹം കൊണ്ട് മാത്രമല്ലേ? മനസ്സിൽ സ്നേഹത്തിന്റെ കണികയെങ്കിലും അവശേഷിക്കുന്ന ഏതെങ്കിലും ബാപ്പ ചെയ്യുന്ന പ്രവൃത്തിയാണോ ഇത്? ബാപ്പയാണത്രേ ബാപ്പ. ഒന്ന് ഞാൻ പറഞ്ഞേക്കാം, ബാപ്പ തീ കൊണ്ടാണ് കളിക്കുന്നത്. ഈ കളി തുടർന്നാൽ അത് ഈ കുടുംബത്തിന്റെ നാശത്തിനായിരിക്കും വഴിതെളിക്കുക. ഷഹിദ, ഉമ്മയ്ക്ക് തെറ്റുപറ്റിപ്പോയി. തിരുവായ്ക്ക് എതിർവായില്ല എന്നുള്ള ഉമ്മയുടെ ഈ ചിന്താഗതി തീരെ പഴഞ്ചനായി പോയി. ഉമ്മ, നീ നിർത്താൻ ഒതുക്കമല്ലേ? ബാപ്പയ്ക്ക് ബാപ്പയുടെ ഇഷ്ടപ്രകാരം ജീവിക്കാൻ പണം വേണമെന്നല്ലേ ഉള്ളൂ. അതിന് സൈരയെ ബലിയാടാക്കരുത് ബാപ്പ. ഞാൻ എവിടെയെങ്കിലും എന്തെങ്കിലും ജോലി തേടിപ്പിടിച്ച് ബാപ്പയുടെ ഏത് ആവശ്യവും നിറവേറ്റിത്തരാം. അങ്ങനെ ആരുടെയെങ്കിലും ഓശാർത്ത് ജീവിക്കേണ്ടി വന്നാൽ പിന്നെ നിങ്ങളാരും എന്നെ ജീവനോടെ കണ്ടെന്ന് വരില്ല. ചുരുക്കം പറഞ്ഞാൽ ബാപ്പ ഈ കേസുമായി മുന്നോട്ട് പോകുമെന്ന്. അതേടി, ഈ കേസ് വിജയിപ്പിച്ച് സൈറായും മൂസായും ഒരുമിച്ച് ജീവിക്കുന്ന കണ്ടാലേ എനിക്കിത് ഉറക്കം വരൂ. പറയാൻ എനിക്ക് സങ്കടമുണ്ടെങ്കിലും നിർബന്ധിതയായതുകൊണ്ട് ഞാൻ പറയുകയാണ് ബാപ്പ. സൈര മൻസൂറിൽ നിന്നും ഗർഭിണിയാണ്. പ്രതി സൈറ മൻസൂറിൽ നിന്നും ഗർഭിണിയാണെന്ന് കോടതിക്ക് ബോധ്യം വന്നിരിക്കുന്നതിനാൽ
ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് പ്രായപൂർത്തിയായ മൻസൂറും സൈറയും തമ്മിൽ നടത്തിയിട്ടുള്ള രജിസ്റ്റർ വിവാഹം ഈ കോടതി സാധൂകരിക്കുന്നു. പടച്ചോൻ സഹായിച്ച് നമ്മൾ വിചാരിച്ച കടവിൽ തന്നെ വെള്ളം അടുപ്പിക്കാൻ സാധിച്ചു. ഞമ്മക്കിത് നേരത്തെ അറിയാം. ഈ കോളേജിന്റെ റൂളും റെഗുലേഷനും ഒക്കെ സിലോണി വെച്ച് ഞമ്മളും കുറെയൊക്കെ നോക്കിയിട്ടുള്ളതാണ്. ഇനി എനിക്ക് മരിച്ചാലും വിരോധമല്ല വല്യപ്പ. മോളെ, ഈ താക്കോല് നീ വെച്ചോ. അമ്മായി എന്നെ തെറ്റിദ്ധരിക്കരുത്. ഒരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പുതിയാപ്പിളെ നീ തെറ്റിദ്ധരിക്കൂ. പറഞ്ഞു മോനെ. ജീവിതത്തിന്റെ വലിയൊരു ഘട്ടം അമ്മായി ദുരിതം അനുഭവിക്കുകയായിരുന്നു. അതിന്റെ കാരണക്കാരൻ എന്റെ ബാപ്പയായിരുന്നു എന്നുള്ള കുറ്റബോധം കുറച്ചുനാളായി എന്നെ വേദനിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ പറയുന്നത് കാരണമുണ്ട്. ആ താക്കോലിന്റെ ഉടമയായിരുന്ന വല്യപ്പയുടെ സ്വത്ത് മുഴുവൻ അമ്മായിയുടെ പേർക്ക് എഴുതി വയ്പ്പിച്ചത് എന്റെ ബാപ്പയായിരുന്നു. നേരാണ്. അന്നങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഈ വസ്തുക്കളെല്ലാം പണ്ടേ നശിച്ചു പോകുമായിരുന്നു. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ. അന്നങ്ങനെ എഴുതി വയ്ക്കാതിരുന്നെങ്കിൽ, മാമയുടെ കയ്യിൽ നിന്ന് ഈ താക്കോൽ കൂട്ടം അമ്മായി തിരിച്ചു വാങ്ങാതിരുന്നെങ്കിൽ സൈരയുടെ ബാപ്പ ഒരു കൊലപ്പുള്ളി ആകില്ലായിരുന്നു. വളരെ ശരിയാണ്. വെൽത്ത് ഈസ് ഹെൽത്ത് എന്ന് ആദ്യം പറഞ്ഞവനെ വേണം വെടിവെച്ച് കൊള്ളേണ്ടത്. പണം മനുഷ്യനെ ഇടങ്ങാറിലാക്കിയേ ഉള്ളൂ. ഇക്കൊന്നും മിണ്ടാതിരിക്കെ. മൻസൂറിന് പറയാനുള്ള പറയട്ടെ. ആ സ്വത്ത് നശിച്ചു പോകരുതെന്ന നല്ല വിചാരത്തോടെയാണ് ഉപ്പുപ്പാൻ അങ്ങനെ എഴുതി വെച്ചത്. അല്ലാതെ സൈരയുടെ ബാപ്പ അത് അനുഭവിക്കരുതെന്ന് ഉപ്പുപ്പായ്ക്ക് ഉദ്ദേശമുണ്ടായിരുന്നില്ല. അതെങ്ങനെ ഉണ്ടാവും? കൽബിന്റെ ഉള്ളിൽ സ്വന്തം മോനോട് സ്നേഹം ഉണ്ടാവാതിരിക്കില്ലല്ലോ. മൻസൂറെ, അതിനിപ്പോ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞുകൊണ്ട് വരുന്നത്? രണ്ട് മുട്ടനാളിനെ അർത്ഥി നമുക്ക് മരിച്ചവർക്ക് വേണ്ടി ഒരു നേർച്ച നടത്തിയാലോ? ജീവിച്ചിരിക്കുന്നവർക്ക് ഉപകാരം ചെയ്താൽ മരിച്ചവരും സന്തോഷിക്കും മൂത്താപ്പ. ഉപ്പുപ്പായുടെ സ്വത്ത് സൈരയുടെ ബാപ്പയ്ക്ക് തിരിച്ചു കൊടുത്താൽ അതിലും വലിയൊരു പുണ്യം ഈ ലോകത്തിൽ വരെയില്ല. ഉമ്മ എന്താണ് ഒന്നും മിണ്ടാത്തത്? 4 തലമുറക്കുള്ള സ്വത്ത് ഉമ്മയ്ക്ക് വേറെ ഉണ്ടല്ലോ. അമ്മായി, മാമ പകയുള്ള പാമ്പിനെ പോലെയാണ്. ഈ സ്വത്ത് കൊണ്ട് ഇനിയും ഇവിടെ അപകടങ്ങളെ ഉണ്ടാവും. നേരാണുമ്മ. ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ ജീവിക്കാൻ എനിക്ക് പേടിയാണ്. ആ സ്വത്ത് നമുക്ക് വേണോ ഉമ്മ? വേണ്ട മോളെ, നമുക്കിത് വേണ്ട. നീ താക്കോലെ ഇതിന്റെ അവകാശിക്ക് തന്നെ തിരിച്ചു കൊടുത്തേക്കോ. ബാപ്പയുടെ കയ്യിൽ നിന്ന് ഉമ്മയാണിത് വാങ്ങിയത്. ഉമ്മ എന്നെ ബാപ്പയ്ക്ക് തിരിച്ചു കൊടുത്തേക്കണം. ശരി, കൊടുക്കാം മോളെ. ഈ കൊലപാതകം നേരിട്ട് കണ്ടവരെല്ലാവരുണ്ടോ? എന്തിനെ കുറിച്ച് മറ്റുള്ളവരോട് ചോദിക്കുന്നു? കൊല ചെയ്തത് ഞാനാണെന്ന് പറഞ്ഞില്ലേ? കള്ളം, പച്ചക്കള്ളം. എന്നെ രക്ഷിക്കാനായി ഉമ്മ സ്വയം കുറ്റമേറ്റ് പറയുകയാണ്. ഉമ്മയുടെ വാക്കുകൾ വിശ്വസിക്കരുത്. എന്നെ അറസ്റ്റ് ചെയ്യൂ. എന്തിനാ മോളെ ഇങ്ങനെ കളവ് പറഞ്ഞ് എന്നെ രക്ഷിക്കാൻ നോക്കുന്നത്? നിനക്ക് ഉമ്മയോടുള്ള സ്നേഹക്കൂടുതൽ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ ചെയ്ത തെറ്റിന് ശിക്ഷ ഞാൻ അനുഭവിച്ചോളാം. കക്കാതെ കള്ളപ്പേര് സമ്പാദിക്കാൻ ഞാൻ നിന്നെ അനുവദിക്കില്ല. ഇല്ല, നീ കൊലപ്പുള്ളിയല്ല. കൊലപ്പുള്ളി ഞാനാണ്. ഞാൻ. എന്നെ വിലങ്ങ് വെക്കൂ. പാടില്ല. ഉമ്മയെ വിലങ്ങ് വെക്കരുത്. എന്തിനുമ്മ എന്നെ ഇങ്ങനെ കൊല്ലാതെ കൊല്ലുന്നു? ഇൻസ്പെക്ടർ സാർ, ഈ കൊല നടത്തിയത് ഞാനാണ്. നടന്നതെല്ലാം ഞാൻ തുറന്നു പറയാം. ഇന്നലെ രാത്രി എന്താണിത്? എന്തിനാ നിങ്ങൾക്ക് ഇപ്പൊ വെട്ടുകത്തി? എന്നെ വിടുന്നതാണ് നിനക്ക് നല്ലത്. ഇല്ല, ഞാൻ നിങ്ങളെ വിടില്ല. എന്തിനാണ് നിങ്ങളെ പുറപ്പാട്? ആരെ കൊന്നിട്ട് ഞാൻ ജയിൽ ശിക്ഷ അനുഭവിച്ചോ അവന്റെ മകൻ എന്റെ മകളുടെ ഭർത്താവ്. ഇല്ല, എനിക്കവനെ കൊല്ലണം. വിടല്ലേ, വിടാൻ, വിടാൻ. ഞങ്ങളെ കൊല്ലും. എന്നിട്ട് പാപ്പ ഇഷ്ടം പോലെ കെട്ടി
നിങ്ങൾ ആപത്തൊന്നും നിർത്തി വെക്കരുത്. എന്നെയും മോളെയും ഞാൻ പോകും. ഞാൻ അവനെ കൊല്ലും. പാപ്പ പോകരുത്. മാറി. അരുത് പാപ്പ. ഒന്നും ചെയ്യരുത് പാപ്പ. വിടില്ല. ഒന്നും ചെയ്യരുത് പാപ്പ. വിടില്ല. വിടില്ല പാപ്പ. വേണ്ട. വിടില്ല പാപ്പ. ബാപ്പയുടെ മകളെ ബാപ്പ തന്നെ വിധവയാക്കരുത്. ബാപ്പയ്ക്ക് ആദ്യമായി പിറക്കാൻ പോകുന്ന പേരക്കുട്ടിയെ തന്തയില്ലാത്തവനാക്കല്ലേ ബാപ്പ. ഞാൻ പറയുന്നത് ഒന്ന് കേക്ക്. പോകല്ലേ ബാപ്പ. എന്റെ മകൾ വിധവയാകുന്നത് എനിക്ക് പ്രശ്നമല്ല. എന്റെ പേരക്കിടാവിന് തന്തയില്ലാതാവുന്നത് എനിക്ക് പ്രശ്നമല്ല. ഞാൻ അവനെ കൊല്ലും. ഞാൻ തരില്ല. നീ തരില്ലല്ലേ? ഇല്ല, തരില്ല. ഞാനാണ് പറയുന്നത് തരാൻ. പറയാനാണ് പറഞ്ഞത്. അങ്ങനെ എന്റെ അനുജത്തിയുടെ നന്മയ്ക്ക് വേണ്ടി, എന്റെ അനുജത്തി ഒരു വിധവയാകാതിരിക്കാൻ വേണ്ടി, എന്റെ അനുജത്തിയുടെ കുഞ്ഞിന് ബാപ്പ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഞാൻ എന്റെ ബാപ്പയെ കൊന്നു. ഷഹിദ മോളെ, ഞാൻ സൈഡിക്ക് ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല ഉമ്മ. എന്നെ കൊണ്ടത് ചെയ്യിച്ചല്ലോ ബാപ്പ. മനുഷ്യൻ പെതച്ചതേ കൊയ്യു മോളെ. നിന്റെ വല്ലുപ്പ മെയ്യത്തായത് നിന്റെ ബാപ്പ കാരണമാണ്. നിന്റെ ബാപ്പ മെയ്യത്താവാൻ മകളായ നീ കാരണക്കാരിയായി മാത്രമേ ഉള്ളൂ. എനിക്ക് മാപ്പ് തരൂ. ഞാൻ നിന്റെ കയ്യിൽ മൈലാഞ്ചി ഇടട്ടെ?